Recording in progress. ദൈവതിരുനാമത്തിന് നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സന്തോഷത്തോടെ ഇന്ന് ഇങ്ങനൊരു സാഹചര്യത്തിൽ നിങ്ങളോട് ചേർന്ന് ഒരുമിച്ചായിരിക്കാൻ, പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിച്ച പോലെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന റിജോയ്സ് മിനിസ്ട്രിയോട് ചേർന്ന് സഭായോഗത്തിൽ പങ്കെടുക്കാൻ എനിക്കും സുജയ്ക്കും ഇങ്ങനൊരു അവസരം ദൈവമായ കർത്താവ് തന്നതോർത്ത് ആദ്യം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും നടുവിൽ നിന്നുകൊണ്ട് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പ്രത്യേകാൽ ബഹുമാനത്തോടെ ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുകയപ്പോൾ തന്നെ ഒരു കർത്തൃദാസനെ പോലെ ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയ സണ്ണിച്ചായൻ, ബാക്കിയുള്ള എൻ്റെ പ്രിയ സഹോദരങ്ങൾ, സഹോദരിമാർ, ഈ സഭയിലെ കുഞ്ഞുങ്ങളടക്കമുള്ള എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിനീതമായ വന്ദനം ഒരിക്കൽ കൂടി അറിയിപ്പാൻ ദൈവമായ കർത്താവ് തരുന്ന അവസരത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ ദൈവസന്നിധിയിൽ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയായിരുന്നു. ഇടയ്ക്കൊക്കെ ഞാൻ വന്നപ്പോൾ ഓർപ്പിച്ചിട്ടുള്ളതുപോലെ 2003-05 കാലഘട്ടങ്ങളിലാണ് ആദ്യമായിട്ട് ഞാൻ വിദേശത്തേക്ക് വരാനൊക്കെ എനിക്ക് ദൈവം ഒരു അവസരം തരുന്നത്. അന്ന് ഖത്തറിൽ വന്നപ്പോൾ ആദ്യം കണ്ടെത്തിയ അല്ലെങ്കിൽ എനിക്ക് പരിചയപ്പെട്ട കുടുംബങ്ങളാണ് പ്രിയ സണ്ണിച്ചാൻ്റെയൊക്കെ ഭവനം. അന്ന് ഇവിടെ 1.5 മാസങ്ങളൊക്കെ വന്ന് ഒരു സാധാരണ വിസിറ്റിംഗ് പാസ്റ്ററെ പോലെ വന്ന് ഇവിടെ അന്നത്തെ സഭകളിലൊക്കെ വിളിച്ച് ചോദിച്ച് ഒരു മീറ്റിങ്ങൊക്കെ ക്രമീകരിച്ച് അങ്ങനെ പോകുന്നൊരു കാലമായിരുന്നു. അന്ന് റിജോയ്സ് മിനിസ്ട്രി ഉണ്ടായിട്ടില്ല. സണ്ണിച്ചായനും നിങ്ങളിൽ പലരും ഇന്നത്തെ പോലൊരു പാസ്റ്റർ മിനിസ്ട്രിയിലേക്കോ വിശ്വാസത്തിൻ്റെ ഇത്രയും ഉന്നതമായൊരു കാഴ്ചപ്പാടിലേക്ക് എത്തിയിട്ടില്ല. ഇവിടുത്തെ സാമൂഹ്യപരമായിരിക്കുന്ന നിലവാരത്തിൽ ക്രിസ്തീയ കോൺഗ്രേഷനകത്തൊരു കണ്ണിയായി നിന്ന കാലത്താണെങ്കിലും വീട്ടിൽ വരാനും പ്രാർത്ഥിക്കാനൊക്കെ അവസരം തന്നു. ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് അങ്ങനെ 10-20 വർഷങ്ങൾക്കപ്പുറം അന്ന് മുതൽ തന്ന ഒരു അനുഗ്രഹീത ബന്ധമാണ് ഈ ശുശ്രൂഷയുമായി അല്ലെങ്കിൽ എൻ്റെ നടത്തിപ്പുകാരുമായിട്ട് ദൈവമായ കർത്താവ് എനിക്ക് തന്നത്. ഇന്ന് നിങ്ങൾക്കറിയാം, ഞാൻ ഈ ഒരൊറ്റ ദിവസത്തേക്ക് മാത്രമാണ് ഇന്ന് രാവിലെ ഇവിടെ ഞങ്ങളെത്തി. ഒരല്പസമയം വിശ്രമിച്ച് വേഗത്തിൽ ഒരുങ്ങി ഇവിടേക്ക് ശുശ്രൂഷയ്ക്കായി വന്നു. ഇവിടെ നിന്ന് 3-3:30 ഉള്ളിൽ പൗരുഷൻ്റെ അനുഗ്രഹീതമായൊരു ശുശ്രൂഷ നടക്കുന്നത് നിങ്ങൾക്ക് സ്തോത്രം അറിവുള്ളത് പോലെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ഇന്ന് രാത്രിയിലെ ശുശ്രൂഷയ്ക്ക് ശേഷം നാളെ അതിരാവിലത്തെ ഫ്ലൈറ്റിന് എനിക്ക് തിരിച്ചു പോവുകയും ചെയ്യണം ഞങ്ങൾക്ക്. കാരണം ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് 1-2 ആഴ്ചകളായി മറ്റ് ചില കൺവെൻഷൻ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമായിരുന്നു. ഞായറാഴ്ചത്തെ സഭായോഗത്തിൽ ഞങ്ങൾക്ക് വെണ്ണിക്കുളത്ത് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ദൈവസന്നിധിയിൽ ഇവിടെ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ക്രമീകരണമായതുകൊണ്ട് ഒരല്പനേരമെങ്കിലും ഒരുമിച്ച് സഭയോട് ചേർന്നായിരിക്കണമെന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ ക്രമീകരണങ്ങൾ ഇവിടെ വരുമ്പോൾ എങ്ങനെയായിരിക്കും പ്രോഗ്രാം കാര്യങ്ങൾ അറിയില്ലായിരുന്നു. എങ്കിലും ദൈവകൃപയാൽ നമ്മുടെ സഭയിൽ വന്ന് ശുശ്രൂഷിക്കാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പ്രതീക്ഷയോടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. എല്ലാവരെയും പേര് പറഞ്ഞ് വന്ദനം പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. കാരണം അത്രയ്ക്ക് ഹൃദയാടുപ്പമുള്ള ദൈവമക്കളാണ് നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് ഞാൻ അത്രയും സമയം കൂടെ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ചെലവാക്കുന്നത് ഏറ്റവും പ്രയോജനകരമായിരിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ വചനത്തിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഓൺലൈനിൽ കൂടെയൊക്കെ നമ്മൾ ഒത്തിരി മീറ്റിങ്ങുകൾ ഞാൻ നാട്ടിലിരുന്നുകൊണ്ട് എൻ്റെ കൊച്ചു പാഴ്സനേജിലിരുന്നുകൊണ്ട് റിജോയ്സ് മിനിസ്ട്രിക്ക് വേണ്ടി പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും എല്ലാം നിങ്ങളെ കാണാറുണ്ട്. ദൈവസന്നിധിയിൽ ആ മീറ്റിങ്ങുകൾ പോലും അനുഗ്രഹമാക്കിയ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയാൽ കൊറോണ കാലത്തോടു കൂടി മീഡിയ ഒരു വലിയ സ്വാധീനം ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കി. ആദ്യമൊക്കെ ഒരുപക്ഷെ സ്തോത്രം TV ലോകത്തിൽ വന്നപ്പോൾ അല്ലെങ്കിൽ TVയിലൂടെയുള്ള പ്രസംഗങ്ങളൊക്കെ വന്നപ്പോൾ ആളുകൾ ധരിച്ചതുപോലെ തന്നെ മീഡിയ അങ്ങനെ ഒരു അതിപ്രസരം ഉണ്ടായപ്പോൾ ഒരു കൂട്ടം ആളുകൾ സംശയിച്ചു, ചർച്ചിനെ ബാധിക്കും, ദൈവദാസന്മാരുടെ ശുശ്രൂഷയെ ബാധിക്കും, സഭയിലേക്ക് ആളുകൾ വരാതെയാകും. അതുകൊണ്ടൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഇന്ന് ബൈബിൾ ക്ലാസ്സുകളും മീറ്റിങ്ങുകളൊക്കെ ആയിട്ട് മീഡിയ ഒരു ഭയങ്കര സ്വാധീനം സഭയ്ക്കകത്ത് തന്നെ ഉണ്ടാക്കി. അതുകൊണ്ട് ഒത്തിരി ആളുകൾ ദൈവവചനം പഠിച്ചു. ഒരുപാട് ആളുകൾ അനുഗ്രഹീതരായ ദൈവദാസന്മാരെ പരിചയപ്പെട്ടു. അവരുടെ ശുശ്രൂഷകൾ പല വിധത്തിൽ ഗുണകരമാകാനിടയായി തീർന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ മീഡിയ കൊണ്ട് ദൈവമായ കർത്താവ് ശുശ്രൂഷയിൽ ഉപയോഗിക്കപ്പെടാനിടയാക്കി തീർത്തു. പൗരുഷനും അങ്ങനെ തന്നെയാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ പലരും സജീവമായിട്ട് പൗരുഷൻ്റെ കാര്യങ്ങൾ സഹകരിച്ചു എന്ന് പൗരുഷനിൽ നിന്ന് എനിക്കറിയാനിടയായി തീർന്നു. ദൈവമായ കർത്താവിൻ്റെ കൃപയാൽ അതൊക്കെ അനുഗ്രഹമാകട്ടെ. വീണ്ടും ദൈവികമായിരിക്കുന്ന നന്മകളാൽ നമ്മളെ നിറയ്ക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ആത്മീകമായിരിക്കുന്ന
കാര്യങ്ങൾക്കെല്ലാം, പ്രത്യേകിച്ച് ദൈവീകമായിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം നമ്മൾ ഓർത്തോളണം. നമ്മൾ പറയില്ല, ഒരു അന്തരീക്ഷം എന്ന് പറയുന്ന ഒന്നുണ്ടായെങ്കിൽ മാത്രമേ ദൈവപ്രവർത്തികൾ നടക്കാനിടയാകുകയുള്ളൂ. ദൈവം ഇറങ്ങി വരണമെങ്കിൽ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. സ്തോത്രം. അതിന് ബൈബിൾ പഠിക്കുന്നത്, ദൈവം ആവശ്യപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയാണ് ദൈവം ഇറങ്ങി വരാനുള്ള അന്തരീക്ഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ യോശുവയോട് ദൈവം പറഞ്ഞു, ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, നാളെ ഞാൻ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം ചെയ്യാം. സ്തോത്രം. ചുമ്മാ ഓടി വന്ന് ഒരു ട്യൂഷൻ മാസ്റ്റർ ക്ലാസ് എടുക്കുന്നത് പോലെ ഓടി ഇങ്ങ് വന്ന് പ്രവർത്തിച്ചിട്ട് പോകുന്നവനല്ല ദൈവം. ആ വാക്യത്തെ വെറുതെ വായിക്കാതെ ഗ്രഹിച്ച് ഒരു പഠിതാവിനെ പോലെ പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവത്തിന് ഇപ്പം ഇന്നും നാളെയൊന്നുമില്ല. ഇന്നിപ്പോൾ എങ്ങും വന്നിട്ട് നമ്മുടെ രോഗസൗഖ്യമാക്കാൻ, ഇന്ന് നമ്മുടെ കാര്യം കൈകാര്യം ചെയ്യാൻ ദൈവത്തിന് സമയവും സമയക്കേടൊന്നുമില്ല. കാലഗതികൾക്കുള്ളിൽ ഉൾപ്പെട്ടവനല്ല. പക്ഷെ ദൈവം പറഞ്ഞ വാക്കാണ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് സമയം തരികയാണ്, ഇന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, നാളെ ഞാൻ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം ചെയ്യാം എന്ന് പറയുമ്പോൾ നമ്മൾ ആ വാക്യത്തിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മളൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം. അവിടെ ഉള്ളവരെല്ലാവരും കുറ്റക്കാരാണ്, പാപികളാണ്. യോശുവയുടെ കൂടെയല്ലേ നടക്കുന്ന ആൾക്കാർ? യോശുവയുടെ കൂടെ നടന്നവരെല്ലാം അങ്ങ് കുഴപ്പക്കാരാണെന്നുള്ളതല്ല എൻ്റെ അർത്ഥം. ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ ഒരു അന്തരീക്ഷം വേണം. നമ്മുടെ ജീവിതം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും വാക്കുകൊണ്ടും ഇടപാടുകൾ കൊണ്ടും ഒരന്തരീക്ഷം സൃഷ്ടിക്കാമെങ്കിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഇന്ന് ഞാൻ ദൈവാത്മാവിൽ അത് പറഞ്ഞു തുടങ്ങിക്കൊണ്ട് വചനത്തിലേക്ക് കയറാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, സ്തോത്രം. ദൈവത്തിന് പ്രവർത്തിക്കാൻ, ദൈവം ഇടപെടാൻ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം. അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ വചനം പ്രസംഗിക്കുന്നവരാണ്, നിങ്ങൾ വചനത്തെ പഠിക്കുന്നവരാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? കർത്താവ് 70 പേരെ തിരഞ്ഞെടുത്തു, 12 പേരെ തിരഞ്ഞെടുത്തു. അങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കർത്താവ് ഇവരെ, അവിടെ എഴുതിയിരിക്കുന്ന വാക്കിതാണ്, കർത്താവിന് ചെല്ലേണ്ട സ്ഥലങ്ങളിലേക്ക് കർത്താവിന് മുന്നോടിയായിട്ട് അവരെ അയച്ചു. എന്തിനാ? കർത്താവിന് പേടിയുണ്ടോ? അവിടെ ചെന്നിട്ട് ആരെങ്കിലും കർത്താവ് ചെല്ലുമ്പോൾ കർത്താവിനെ ഉപദ്രവിക്കുമോ, കർത്താവിൻ്റെ കഴുത്തെ കയറി പിടിക്കുമോ എന്നൊക്കെയുള്ള പേടി കൊണ്ട് ആദ്യം ഒന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ടാണ് അവരെ വിട്ടത്. നിങ്ങൾ വേദോസം വായിക്കുമ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കത്തില്ല കേട്ടോ. ഞാനിങ്ങനെ ഒരു ചിന്തിച്ചു പോകും. അതുകൊണ്ടാണ് ഈ സ്തോത്രം സംഭവമൊക്കെ. കാരണം കർത്താവ് എന്തിനാ മുന്നോടിയായിട്ട് വിട്ടത്? കർത്താവ് പോകാതിരിക്കുന്ന പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും കർത്താവ് അവരെ മുമ്പേ വിട്ടു. സ്തോത്രം. എൻ്റെ കാരണം എന്താ? കർത്താവിന് പേടിയായിട്ടല്ല. അവിടെ ഉള്ളവരൊക്കെ എങ്ങനെയുള്ളവരാണ്, നമ്മൾ എന്ന് പ്രസംഗിച്ചാൽ അവർ കല്ലെടുത്ത് എറിയോ അല്ലെങ്കിൽ കാല് വെട്ടുവോ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വിട്ടതല്ല. അങ്ങനെയൊന്നും പേടി യേശുവിനില്ല, നമുക്കറിയാലോ. പിന്നെ എന്താ? ചിലര് മുമ്പേ ചെന്നൊരു അന്തരീക്ഷം ഉണ്ടാക്കണം. സ്തോത്രം. അവിടെ ചെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ദൈവദാസൻ വരുന്നത്, ഒരു ദൈവിക ദൂത് കേൾക്കുന്നത്, നമ്മളെല്ലാവരും കൂടി വിളിച്ചിരുത്തി ദൈവിക കാര്യം പറയുന്നത്, വട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ മധ്യത്തിൽ നമ്മുടെ കർത്താവിന് പ്രവർത്തിക്കാൻ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. ഇന്നും സഭായോഗം എന്തിനാ കൂടുന്നത്? നമ്മൾ ആരും പിരിഞ്ഞു പോകാതിരിക്കാൻ. നമ്മൾ സ്തോത്രം ഇതിനകത്തുള്ളവരാന്ന് എല്ലാവരും അറിയിക്കാനല്ല. നമ്മളെല്ലാവരും കൂടി ഇന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഇവിടെ ഒരുമിച്ച് കൂടുന്നത് നമ്മുടെ കർത്താവിനൊരു അന്തരീക്ഷം ഉണ്ടാക്കുക. ഇതിനിടയിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾ ചിലരോട് പറയുന്ന, യോഗത്തിനിടയിൽ യേശുവിന് പ്രവർത്തിക്കണം. യോഗത്തിനിടയിൽ ചിലരെ തൊടണം യേശുവിന്. ചില കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, ചിലരെ സൗഖ്യമാക്കണം, ചിലരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കണം, ചില മക്കളെ ഉയർത്തിക്കൊണ്ടുവരണം, ചിലരെ ശുശ്രൂഷകരാക്കണം, ചിലരുടെ മേൽ അഭിഷേകം പകരണം, ചിലർക്ക് ദൈവത്തിന്റെ കൃപ കൊടുക്കണം. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് ഇന്ന് പകരക്കാലം നമ്മുടെ സഭയുടെ മധ്യത്തിൽ എന്തോ പ്രവർത്തിക്കാൻ പോകുകയാണ്. അതിനൊരു അന്തരീക്ഷം ഉണ്ടാകുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്തരീക്ഷം ഉണ്ടാകുക. എഫേസോസിലെ സഭയെക്കുറിച്ച് ഞാൻ തിരുവചനത്തിലേക്ക് കടക്കാം, സമയമില്ലാത്ത ദിവസമാണെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും പരിശുദ്ധാത്മാവ് ഭയങ്കരമായിട്ട് നിങ്ങൾ ഓർപ്പിക്കുന്നത്, എപ്പോൾ നിങ്ങൾ ഒരുമിച്ച് കൂടിയാലും ഒരു കോട്ടേജ് മീറ്റിംഗ് ആണെങ്കിലൊക്കെ ഇത് മനസ്സിൽ കാണണം. വെറുതെ നമ്മൾ വന്നൊരു ക്ലബ്ബല്ലല്ലോ. കർത്താവിന് പ്രവർത്തിക്കാൻ നമ്മളായിട്ടൊരു അവസരം ഉണ്ടാക്കുക. പൗലോസ് അപ്പോസ്തലൻ എഫേസോസിൽ ചെല്ലുമ്പോൾ 12 പേരുടെ ഒരു ചെറിയ പ്രാർത്ഥനാ കൂട്ടത്തെ കണ്ടത് അപ്പോസ്തലൻ പ്രവൃത്തി 19 എഴുതിയിട്ടുണ്ട്. പൗലോസ് അവരോട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു. അവരത് കേട്ടിട്ടില്ലെന്ന് പറഞ്ഞു. അവരെ തയ്യാറാക്കി, അവരെ സ്തോത്രം കൈവച്ചു, സ്നാനത്തിലേക്ക് നയിച്ചു. അത്രയൊക്കെ ചെയ്തതോടുകൂടെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു.
നിങ്ങളിങ്ങനെ ചിന്തിക്കണം, അവരെക്കുറിച്ച് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് യോഹന്നാൻ്റെ സ്നാനം സ്വീകരിച്ചവരായിരുന്നു എന്നല്ലേ. ഇപ്പം നിങ്ങൾ ആരാണ്, നിങ്ങളുടെ സ്നാനം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവരെക്കുറിച്ചുള്ള ആ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞത് ഞങ്ങൾ യോഹന്നാൻ, അതായത് യോഹന്നാൻ സ്നാപകൻ്റെ സ്നാനം. യോഹന്നാൻ സ്നാപകൻ്റെ സ്നാനം നടന്നത് എന്നാ യേശുക്രിസ്തുവിന് പൗലോസ് അപ്പോസ്തലൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നത് കർത്താവിൻ്റെ ഉയർപ്പിനൊക്കെ ശേഷമാണ്. വർഷങ്ങൾക്ക് മുമ്പ്, ഏറ്റവും ചുരുങ്ങിയത് ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പാണ് യോഹന്നാൻ മാനസാന്തര സ്നാനം നടത്തിക്കൊണ്ട് നടന്നത് അല്ലേ. യേശു ശുശ്രൂഷ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് യോഹന്നാൻ്റെ കഴുത്ത് കണ്ടിച്ച് യോഹന്നാൻ അവസാനിച്ചില്ലേ. ആ കാലഘട്ടത്തെ യോഹന്നാൻ്റെ സ്നാനമൊക്കെ നടന്നത്. അത് കഴിഞ്ഞ് യോഹന്നാൻ തീർന്നു, യേശു ക്രിസ്തു 3-3.5 വർഷക്കാലം ശുശ്രൂഷിച്ചു. അത് കഴിഞ്ഞ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം ദമസ്കോസിൻ്റെ പടിക്ക വെച്ചാണ് പൗലോസിനെ മാനസാന്തരപ്പെടുത്തിയത്. അതും കഴിഞ്ഞ് 3-4 കൊല്ലം കഴിയുമ്പോഴാണ്, 3 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം യെരുശലേമിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മിഷണറി യാത്രകൾ നടത്തുന്നത്. 10-12 വർഷങ്ങളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞിട്ടുണ്ട് യോഹന്നാൻ്റെ സ്നാനം കഴിഞ്ഞിട്ട്. ഈ 12 പേര് പാവം അവരവിടെ ഇരുന്ന് പ്രാർത്ഥന മാത്രമായിട്ടിരിക്കുക. പക്ഷെ ദൈവം ആഗ്രഹിച്ചു കുറേ കാലം പ്രാർത്ഥിച്ചിരുന്നവരുടെ ജീവിതത്തെ മാറ്റണം, അവരുടെ ശുശ്രൂഷയെ മാറ്റണം, ഇവരെ കൊണ്ട് പട്ടണം പിടിക്കണം. അതിന് പൗലോസിനെ കയറ്റി വിട്ടു. കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആത്മാവ് ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഷയെ പറഞ്ഞാൽ ഈ 12 പേരുടെ അന്തരീക്ഷം മാറ്റി. അവരാണ് എഫേസോസ് സഭയായി മാറിയത്. പൗലോസിന്റെ മിഷണറി പ്രവർത്തനത്തിൽ ഏറ്റവും വലിയ സ്ട്രോങ് ഹോൾഡ് എന്ന് പറയാം അർത്തിമീസ് ദേവി എന്നറിയപ്പെടുന്ന ഡയാന ആ ദൈവത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ആ പട്ടണത്തിന് നടുവിൽ വലിയ ഉണർവുണ്ടാകുകയും ഒരു കൂട്ടം ആളുകൾ വിശ്വാസത്തിലേക്ക് വരികയും എഫേസ്യ ലേഖനം തന്നെ ആ സഭയ്ക്ക് എഴുതിയതാണ്. അപ്പോൾ അതൊക്കെ അന്തരീക്ഷം മാറിയാൽ അത്ഭുതം നടക്കും. സ്തോത്രം. ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് അങ്ങനെ പറയുന്നു. വിശുദ്ധിയാണ് ദൈവം ഇറങ്ങി വരാനുള്ള അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിലേക്ക് ദൈവം വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് അന്തരീക്ഷം മാറും. അത് ദൈവ സാന്നിധ്യമായി മാറും. ദൈവ സാന്നിധ്യത്തിനകത്ത് എന്തൊക്കെ നടക്കുമെന്ന് പറയാൻ എനിക്ക് നേരമില്ല, കാരണം എനിക്ക് മറ്റു ദൂതിലേക്ക് പോകണം. സാന്നിധ്യത്തിലേക്ക് കടന്നാൽ പെട്ടെന്ന് ആ സാന്നിധ്യം ഇറങ്ങി വന്നാൽ അന്തരീക്ഷം വീണ്ടും മാറും. വിടുതലിൻ്റെ അന്തരീക്ഷമായി മാറും. സാന്നിധ്യം ഉള്ളിടത്തൊക്കെ ദൈവത്തിന് വിടുതലുകൾ നടക്കാൻ തുടങ്ങും. വിടുതൽ കൊണ്ട് നിൽക്കുകയല്ല, വിടുതൽ നടന്നാൽ ഓർത്തോളണം, വിടുവിക്കപ്പെട്ടവരെ ദൈവം ഉപയോഗിക്കുന്ന നിലവാരത്തിലേക്ക് മാറാൻ തുടങ്ങും. അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കും. പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ, അന്തരീക്ഷം മാറിക്കൊണ്ടിരുന്നാൽ അതിൻ്റെ അങ്ങേ അറ്റത്തേക്ക് ദൈവം കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഈ പകലിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ചുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീക യോഗം ശരിക്കും നമ്മുടെ കൂട്ടായ്മയ്ക്കകത്തെ, നമ്മുടെ കുടുംബത്തിനകത്തെ നമ്മുടെ തന്നെ ആത്മീയ അന്തരീക്ഷം മാറ്റിക്കളയട്ടെ. എങ്ങനെ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കണ്ണടച്ച് ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. അന്തരീക്ഷം എന്ന് പറയുന്നത് വെറൊരു കാര്യമല്ല, അങ്ങനെ ഒന്നുണ്ട്. കർത്താവിനോട് പ്രാർത്ഥിക്കുക. ദൈവമേ, എൻ്റെ വീട്ടിൽ ചിലത് കർത്താവിന് പ്രവർത്തിക്കണമെങ്കിൽ, എൻ്റെ കുടുംബത്തിലോ കുഞ്ഞുങ്ങൾക്കോ സഭയിലോ അടുത്ത തലം വെളിപ്പെടണമെങ്കിൽ അന്തരീക്ഷം മാറണം. യേശുവിന്റെ നാമത്തിൽ ചിലരെ മുമ്പേ അയക്കുന്നത് അന്തരീക്ഷം മാറ്റാനാണ്. ചിലരെ സഭയിലേക്ക് അയക്കുന്നത് അവിടുത്തെ അന്തരീക്ഷം മാറ്റാനാണ്. അന്തരീക്ഷം മാറി വന്നാൽ ഞാൻ വിശ്വസിക്കുന്നു ഭയങ്കര വിടുതലുകളിലേക്ക്, അത്ഭുതകരമായ നടത്തിപ്പിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവരും. പരിശുദ്ധ ദൈവമേ, എൻ്റെ കയ്യിൽ തന്നുവിട്ടിരിക്കുന്ന ദൂതിനായി സ്തോത്രം. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇന്ന് പകൽക്കാലം വളരെ ശക്തമായി നിന്റെ ജനത്തോട് ഇടപെടുമാറാകണേ കർത്താവേ. അടുത്ത ലെവലിലേക്ക് വരേണ്ടവരാണിവർ. അതിന് വേണ്ട ഒരു അന്തരീക്ഷം ഇന്നിവിടെ സംജാതമാകണം. അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ജീവിതത്തിലും ശുശ്രൂഷയിലും റിജോയ്സ് മിനിസ്ട്രിയെയും ഇവിടത്തെ മുൻപിൽ നിൽക്കുന്ന ശുശ്രൂഷകരെയും ദൈവം കൊണ്ടുവരണമേ. അതിന് പറ്റിയൊരു അന്തരീക്ഷം പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഒന്നുണ്ടാക്കണമേ. അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. കരമുയർത്തി ദൈവത്തിന് നന്ദിയോടൊന്ന് സ്തോത്രം ചെയ്ത് എല്ലാവരും കൂടെ
സ്തോത്രം. നമുക്ക് സക്കറിയ പ്രവചനത്തിലെ പഴയ നിയമത്തിൻ്റെ ഒരു വാക്യമാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിലും പുതിയ നിയമസഭയോട് സംസാരിക്കേണ്ട രീതിയിൽ സംസാരിക്കാൻ ഞാൻ കർത്താവിൽ തീർച്ചയായിട്ടും സ്തോത്രം ശ്രമിക്കാം. സക്കറിയ പ്രവചനത്തിലെ 2-3 വാക്യങ്ങൾ ഒന്ന് വായിച്ച് സഭയെ കേൾപ്പിച്ചിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് ആത്മീകമായിരിക്കുന്ന ചില കാര്യങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. സക്കറിയ പ്രവചനം 1-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ളൊരു ചെറിയ പാരഗ്രാഫാണ്. പറ്റുമെങ്കിൽ ഒന്ന് വായിച്ച് കേൾപ്പിക്കാമോ? 18 മുതൽ 21 വരെ 1-ാം അധ്യായം സക്കറിയ പ്രവചനം. ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ 4 കൊമ്പ് കണ്ടു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഇവ എന്താകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ എന്നോട് ഇവ യഹൂദയെയും ഇസ്രായേലിനെയും യെരുശലേമിനെയും ചിതറിച്ചു കളഞ്ഞ കൊമ്പുകൾ എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ എനിക്ക് 4 കൊല്ലന്മാരെ കാണിച്ചു തന്നു. ഇവർ എന്തു ചെയ്യുവാൻ വന്നിരിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ ആരും തല ഉയർത്താതെ വണ്ണം യഹൂദയെ ചിതറിച്ചു കളഞ്ഞ കൊമ്പുകളാകുന്നു അവ. ഇവരോ യഹൂദ ദേശത്തെ ചിതറിച്ചു കളയേണ്ടതിന് കൊമ്പുയർത്തിയ ജാതികളുടെ കൊമ്പുകളെ തള്ളിയിട്ട് അവരെ പേടിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മതി 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 മതി. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന ഈ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സക്കറിയ പ്രവചനം പ്രവചനങ്ങളിൽ നിന്ന് വെച്ച് വ്യത്യസ്തമായൊരു പ്രവചനമാണ്. അതിൻ്റെ കാരണം ചില പ്രവചനങ്ങളും ചില പ്രവാചകന്മാരും പ്രവചനത്തെക്കുറിച്ച് പത്രോസിൻ്റെ ലേഖനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: പ്രവചനം സ്വതവേ വരുന്നതല്ല. 2 പത്രോസ് 1:21 എഴുതിയിരിക്കുന്നത്, 2 പത്രോസ് 1:21 അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്വതവേ വരുന്നതല്ല, മനുഷ്യർ ദൈവ നിയോഗം പ്രാപിച്ചിട്ട് പറയുന്നതാണ് പ്രവചനം എന്ന് പറയുന്നത്. പ്രവചനം എന്ന് പറയുന്നത് ദൈവനിയോഗം പ്രാപിച്ചിട്ട് പറയുക, അതാണ് പ്രവചനം. എന്നാൽ ആ ഒരാൾ പ്രവചിക്കണമെങ്കിൽ, നമ്മുടെ ഇടയിൽ വന്ന് തലേ കൈവച്ച് നമ്മളെക്കുറിച്ച് അല്ലെങ്കിൽ സഭയെക്കുറിച്ച് ഒരു പ്രവചനം പ്രവചിക്കണമെങ്കിൽ ഒരു ദൈവനിയോഗം പ്രാപിച്ചാൽ പ്രവചിക്കാം. പക്ഷേ അതിൻ്റെ മീതെ ഉള്ളൊരു ലെവലാണ് ദൈവനിയോഗം പ്രാപിച്ചല്ല, ചില കാര്യങ്ങൾ കണ്ടുകൊണ്ട് പ്രവചിക്കാം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആത്മീകത്തിനെല്ലാം ഒരു ഡെഡ് എൻഡ് ഇല്ല. ഇത്രയേ ഉള്ളൂ എന്ന് അങ്ങനെ ഒരു എൻഡ് ഇല്ല. നമ്മൾ എത്രത്തോളം ഏൽപ്പിച്ചു കൊടുക്കുന്നോ അത്രയും വാതിലുകൾ തുറന്ന് വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. മനസ്സിലായോ? നമ്മളൊരു പാട്ട് പാടി നിർത്തിയാൽ മതിയെങ്കിൽ അത്രയും മതി. അല്ല, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചാൽ അടുത്ത ലെവലിലേക്ക് നമ്മൾ കയറാനിടയാകും. അതിനപ്പുറത്തേക്ക് ആത്മതലങ്ങൾ വെളിപ്പെടുമ്പോൾ അതിനപ്പുറത്തേക്ക് വീണ്ടും ഉണ്ടെന്ന് വിചാരിച്ച് കയറിയാൽ അത്ഭുതങ്ങളിലേക്ക് കയറാൻ പറ്റും. അപ്പൊ നമ്മളിന്ന് അറിഞ്ഞതിനേക്കാൾ കണ്ടതിനേക്കാളൊക്കെ അപ്പുറം പലതും ആത്മീകത്തിലുണ്ട്. ദൈവനിയോഗം പ്രാപിച്ച് പറഞ്ഞാൽ പ്രവചനമായി. പക്ഷെ സക്കറിയാവ്, ദാനിയേലൊക്കെ നിയോഗം പ്രാപിച്ചല്ല, അവർ കാണുകയാണ്. ചില കാര്യങ്ങൾ കാണുകയാണ്. ചില പ്രവാചകന്മാർ കാണുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു വാക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. കപ്പൽ ഛേദം നടക്കുകയാണ്. പൗലോസ് യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കപ്പൽ യാത്രയിൽ കപ്പൽ തകരുന്നു. ആ സമയത്ത് അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, കപ്പലിൻ്റെ ചുമതലപ്പെട്ടവരോട് പറയുന്നത് ഇങ്ങനെയാണ്: ഈ യാത്രയിൽ കപ്പലിന് മാത്രമല്ല നമ്മുടെ പ്രാണനും കൂടെ, നോക്കിയ പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കലിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണനുകൾക്ക് കൂടെ ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു. എനിക്ക് തോന്നുന്നു എന്നല്ല, ഞാൻ പറയുന്നു എന്നല്ല, ഞാൻ കാണുന്നു. അപ്പൊ ഓർത്തോണം, ആത്മീകത്തിൽ ചില പ്രത്യേക ക്രൈസിസിന്റെ നടുവിൽ ദൈവം ചില മേഖലകൾ ഓപ്പൺ ചെയ്തു തരും. പൗലോസ് അങ്ങനെ ഒരു വലിയ പ്രവാചകനോ അങ്ങനെ ഒരു കാര്യം കണ്ടിട്ട് പറയുന്ന ലെവലിലൊന്നും നമ്മൾ കണ്ടു. അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു. ആത്മീക വിഷയത്തിനകത്ത്, വചന വെളിപ്പാടിനകത്ത്, കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന കാര്യത്തിലേക്ക് അദ്ദേഹം ഭയങ്കരനായിരുന്നു. പക്ഷെ ഒരു പ്രശ്നത്തിൽ അകപ്പെടുകയാ, കപ്പൽ തകരുകയാ, മുമ്പോട്ട് പോക്ക് നടക്കാതിരിക്കുക, വഴി അടയുകയാ, മരിക്കുമെന്ന് പോലും വിചാരിക്കുക. അങ്ങനെ ഒരു സ്ഥിതി വന്നപ്പോൾ അയാൾക്ക് തോന്നുകയല്ല, അയാൾ കാണുകയാണ് ചിലത് സംഭവിക്കുമെന്ന്. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പതുക്കെ പറഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉറപ്പിക്കുക, ഇന്ന് കാണുന്ന ലെവലിനപ്പുറം ദൈവം ചില മേഖലകൾ തുറന്നു തന്നിട്ട് ചില കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ അപ്പുറമായി ചില കാര്യങ്ങൾ തുറന്നു തന്നിട്ട്
കാണാനുള്ള ഒരു മേഖല. ഉദരബാല ശബ്ദരാധര റികാദരബ ശബനഗടകസിയാര. ആ ഒരു മേഖല ദൈവമായ കർത്താവ് ചിലർക്ക് ഞാൻ വളരെ പ്രാർത്ഥിക്കുമ്പോൾ ഇന്നിവിടെ പറയാൻ വേണ്ടി ദൈവാത്മാവിനെ ഓർപ്പിക്കുന്ന കാര്യം, ആത്മാവിന്റെ മറ്റൊരു മേഖല തുറന്നു തരും. സ്തോത്രം. അത് തുറന്നു തരുമ്പോൾ നമുക്ക് ആത്മീകമായിട്ട് ഈ മേഖലയൊക്കെ തുറക്കുമ്പോൾ ആർക്കാ നഷ്ടം എന്നറിയാമോ? പിശാചിനാ നഷ്ടം. സാത്താൻ്റെ ഏറ്റവും വലിയ ബലം നമുക്ക് പല കാര്യങ്ങളും മറച്ചു വെക്കുക എന്നുള്ളതാണ്. നമുക്കറിയില്ലായി വരിക, അറിയാതെ നമുക്കറിയാമെന്ന് തോന്നിയാൽ പിശാചും ശക്തിയും വീക്കാവും. അതുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ സാക്ഷാൽ സാത്താൻ വന്നപ്പോൾ പരീക്ഷയ്ക്കകത്ത് യേശുക്രിസ്തു പറഞ്ഞു, നല്ല വചനമെടുത്ത് മറുപടി പറഞ്ഞു, എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ നിനക്കിതൊക്കെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ മാത്രമേ യേശു തിരിച്ചു പറഞ്ഞു, സ്തോത്രം, തിരിച്ചു പറഞ്ഞു, നിന്റെ ദൈവത്തെ അല്ലാതെ വേറെ ആരെ ആരാധിക്കാം. ഇത് അറിയാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഉപവാസമൊന്നും വെക്കേണ്ട വന്നില്ല, തന്നെ പിശാച് പോയി എന്ന് എഴുതിയിരിക്കുന്നത്. അല്ല, അങ്ങനെയല്ലേ? നമ്മൾ 3 ദിവസം യോഗം വെച്ചിട്ട് പുള്ളി പോകുന്നില്ല. കാരണം എന്താ? നമുക്ക് ആ മേഖല തുറന്നു കിട്ടിയിട്ടില്ല. ഇന്ന് ദൈവം പറയുന്നു, ചില മേഖലകൾ തുറന്നു തരുമ്പോൾ ചില പൈശാചിക ശക്തി അല്ലെങ്കിൽ ചില ആ മേഖലയിൽ സാത്താൻ വീക്കാവും. സഭ അതിനു വേണ്ടി, ദൈവദാസന്മാർ, ദൈവമക്കൾ അതിനു വേണ്ടി അടുത്തൊരു മേഖലയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോടെ നോക്കുക. 18ാമത്തെ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ 4 കൊമ്പ് കണ്ടു. പ്രവചനത്തിന് ഭാഷയുണ്ട്, ആ ഭാഷയ്ക്കകത്ത് ഇത് എഴുതിയിരിക്കുന്നത്. നമുക്ക് അതിനെ വ്യാഖ്യാനിച്ചെങ്കിലേ പറ്റൂ. ഓരോന്നിനും ഓരോ ഭാഷയുണ്ട്. ആ രീതിയിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഭാഷ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം അല്ല ഞാൻ പറയുന്നത്. ഓരോ ഭാഷയുണ്ട്. സ്തോത്രം. നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുവാണെങ്കിൽ, നാട്ടിൽ വന്ന് ട്രെയിനിൽ യാത്ര ചെയ്യുവാണെങ്കിൽ, തിരുവല്ല എന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ കയറുന്ന വഴി കയറി ഇരുന്ന് ഉറങ്ങരുത്, എൻ്റെ സൈഡിൽ ഇടിക്കണം. എൻ്റെ പുറത്തേക്ക് നോക്കുവാണെങ്കിൽ ട്രെയിൻ പോകുമ്പോൾ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലെല്ലാം സ്തോത്രം പല അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും. നല്ല എന്താ പറയുക, ഈ നമ്മുടെ പണ്ടത്തെ സർവേക്കല്ലെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കിലോമീറ്ററൊക്കെ എഴുതിക്കൊണ്ടിരുന്ന കല്ല് പോലെ അങ്ങനെ അത് എഴുതിയിട്ടുണ്ടാവും. W ഇട്ടിട്ട് ഒരു വരയിട്ടിട്ട് അതിൻ്റെ L. സ്തോത്രം. കണ്ടിട്ടുണ്ടോ? ട്രെയിനിൽ കയറുമ്പോൾ തന്നെ മിക്കവാറും ഒരു പരിപ്പടം കഴിച്ചിട്ട് നിങ്ങൾ ഉറങ്ങുക. അതുകൊണ്ടാണ് സൈഡിലേക്ക് നോക്കണം, എഴുതിയിട്ടുണ്ടാവും. ഇങ്ങനെ കുറേ സംഭവം ഇപ്പോൾ നമുക്ക് പിടികിട്ടിയല്ല. പക്ഷെ ലോക്കോ പൈലറ്റിനറിയാം ഇതൊരു ഭാഷയാണ്. ഈ കീബോർഡ് വായിക്കുന്ന സ്തോത്രം സഹോദരങ്ങൾ ഇവരോട് ചോദിച്ചാൽ മതി. ഇതിനെല്ലാം എഴുതിയിരിക്കുന്ന അതിൻ്റെ നോട്ടും നൊട്ടേഷനൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു ഒരു വരയും കുറിയൊക്കെയാണ്. നമുക്ക് പിടികിട്ടിയല്ല, പക്ഷെ അവർക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം എല്ലാത്തിനും ഒരു ഭാഷയുണ്ട്. ബൈബിളിനൊരു ഭാഷയുണ്ട്. ആ ഭാഷ നമ്മൾ ഗ്രഹിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ഡീപ്നെസ് മനസ്സിലാകുന്നത്. പ്രവചന ഭാഷയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 4 കൊമ്പ് കണ്ടു എന്ന് പറയുമ്പോൾ നമുക്കൊരു പിടിയും കിട്ടിയില്ല. അതെന്താന്ന് കണ്ട സെക്കരിയാവിനും പിടി കിട്ടിയില്ല. അതുകൊണ്ട് ദൂതനോട് ചോദിച്ചത് ഇതെന്താകുന്നു എന്ന്. അപ്പം അത് വിശദീകരിക്കുക. ഞാൻ വിശദീകരണത്തിലേക്ക് വരാം. അതിനൊക്കെ മുമ്പ് 18ാം വാക്യത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്, ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ 4 കൊമ്പ്. അതും ഒരു ഭാഷയാണ്. കേൾക്കണേ, തലപൊക്കി നോക്കിയപ്പോൾ 4 കൊമ്പ് കണ്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വിചാരിക്കണം? ഇങ്ങനെ പൊക്കി നോക്കിയപ്പോൾ കണ്ടു എന്നാണോ? അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം കണ്ടേനെ നമ്മൾ? ഇതെല്ലാം ആത്മീക ഭാഷയാണ്. തലപൊക്കി നോക്കുക എന്നുള്ള വാക്ക് ബൈബിളിൽ ഒരുപാട് ഭാഗത്ത് കാണാൻ കഴിയും. യേശു പറഞ്ഞാൽ, ഇപ്പോൾ തന്നെ നിങ്ങൾ തല ഉയർത്തി നോക്ക്, വയൽ കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നത് കാണാം എന്ന് യേശു പറഞ്ഞത് പലസ്തീനിൽ ഗോതമ്പോ ബാർലിയോ വിളഞ്ഞു നിൽക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ, സ്തോത്രം, അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ആത്മാക്കളെയല്ലേ ഉദ്ദേശിച്ചത്. അപ്പൊ ചുമ്മാ തലപൊക്കി നോക്കിയാൽ നെല്ല് വിളഞ്ഞു നിൽക്കുന്ന കണ്ടാൽ സഭയിൽ ആള് വരുമോ? അപ്പൊ അവിടെ പറഞ്ഞ എന്താ? തലപൊക്കി നോക്കുക എന്നുള്ള വാക്ക് ഉദ്ദേശിക്കുന്നതിന് ആത്മീകമാണ്. എങ്ങോട്ടാണ് നോക്കേണ്ടത്? തലപൊക്കി. ഇവിടെ നിങ്ങൾ ഓർത്തോളണം, നമുക്ക് കാണാൻ കഴിയാത്ത ഒരു അൺസീൻ റലമുണ്ട്. ഇപ്പൊ ഈ ഹോളും നമ്മുടെ വീടും നമ്മുടെ പിള്ളേരും നമ്മുടെ ശരീരവും ഇതൊക്കെയാണ്. നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം, നമ്മുടെ വീട്ടിൽ അലമാരി ഇരിക്കുന്ന സാധനങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. കാണാൻ വഴിയാത്ത മേഖല. ഇപ്പൊ ഇതിൽ തന്നെ അറിയാം, നിങ്ങൾക്കറിയാം, ഈ റൂമിനകത്ത് സ്തോത്രം പവർ വിഷന്റെയും ഏഷ്യാനെറ്റിന്റെയും മഴവിൽ മനോരമയുടെ ഒക്കെ തരംഗങ്ങൾ ഇതിനകത്ത് ഈ ഹോളിനകത്ത് നിൽക്കുന്നുണ്ട്.
ഈ ടി വിയിലേക്ക് റിസീവർ ഘടിപ്പിച്ചിട്ട് പതുക്കെ അതിനകത്ത് കണക്ഷൻ കൊടുക്കാമെങ്കിൽ ലോകത്തിന് ഏതോ മൂലയിൽ നിന്ന് പ്രസരിപ്പിച്ച് വിടുന്നത് ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ കാണാൻ പറ്റിയല്ല. അങ്ങനെ കാണാൻ പറ്റാത്ത എത്ര കാര്യമുണ്ട്. അപ്പോൾ ഇവിടെ സെഖര്യാവ് തലപൊക്കി നോക്കി എന്ന് പറയുന്നത് ആത്മമണ്ഡലത്തിലേക്ക് തലപൊക്കി നോക്കി. സ്തോത്രം. മനസ്സിലായോ? ഭൗതിക മേഖലയാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ കാണുന്നത് ഇതെല്ലാം ഭൗതികമാണ്. എന്നാൽ നമ്മൾ ഓർത്തോളണം, നമ്മുടെ തലയ്ക്ക് മീതെ, നമ്മുടെ ഈ കാണുന്ന കാഴ്ചയുടെ ഈ ലെവലിന് മീതെ ആത്മലോകം എന്ന് പറയുന്ന ഒന്നുണ്ട്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? അതല്ലെങ്കിൽ നിങ്ങൾക്ക് ധാരണ പശകുണ്ടെങ്കിൽ ആ വാക്യത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരണം. എന്താണ് ഈ സംഭവം എന്നുകൊണ്ട് ചുമ്മാ ഒരുത്തം തലപൊക്കി നോക്കുമ്പോൾ എന്നാ കാണുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. കേരളത്തിലാണെങ്കിൽ തെങ്ങും വാഴയെല്ലാം കാണാം, ഇവിടെയാണെങ്കിൽ വെറും മരുഭൂമിയും സ്തോത്രം 4 കെട്ടിടം. അല്ല, തലപൊക്കി നോക്കി എന്നാ കാണാനാ? അപ്പൊ തലപൊക്കി നോക്കി എന്ന് പറയുന്നത് വെറും ഒരു എഴുത്തു ഭാഷയായി കണക്കാക്കരുത്. വേറൊരു മേഖലയിലേക്ക് അവൻ നോക്കി. ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നു, ഇന്ന് വരെ നോക്കാത്തൊരു മേഖലയിലേക്ക് ദൈവം ചിലർക്ക് ഓപ്പണിംഗ് ഉണ്ടാക്കി തരിക. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ഈ രാജ്യത്ത് നിന്ന് കുറച്ചുകൂടെ സ്വതന്ത്ര സാമ്പത്തികം നേടാൻ പറ്റുന്ന മറ്റൊരു രാജ്യത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമല്ല ഈ പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് കുറച്ചുകൂടെ മെച്ചമുള്ള ഒരു കമ്പനിയിലേക്ക് ഒരു എത്തിനോട്ടമല്ല. ആത്മീകമായിട്ട് ആ സ്വതന്ത്ര സാധാരണക്കാരൻ കണ്ടിട്ടില്ലാത്തൊരു റലമുണ്ട്. അവിടേക്ക് എത്തി നോക്കാൻ എല്ലാരെ കൊണ്ടും കഴിയേല. എല്ലാരും നോക്കിയാൽ അവിടേക്ക് കാഴ്ച എത്തിയേല. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവ് ചില കട്ടിയാന്ന് തോന്നിയാലും എന്നോട് ഞാൻ ഇവിടേക്ക് പോരുന്നതിനേക്കാൾ മുമ്പ് ബൈബിൾ എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ പറയുന്നു, എന്റെ ജനത്തിന് ഞാൻ കാഴ്ചയുടെ മേഖല തുറന്നു കൊടുക്കും. ഹല്ലേലൂയ. കാഴ്ചയുടെ മേഖല അത് പ്രാർത്ഥിക്കുമ്പോൾ കാണാൻ തുടങ്ങിയാൽ ഞാൻ പറഞ്ഞല്ലോ, ശത്രു വീക്കാകാൻ തുടങ്ങും. പലതും കാണാത്തത് കൊണ്ടാണ് ദുഷ്ടൻ ജയിക്കുന്നത്. കാണാൻ തുടങ്ങിയാൽ, കാണാൻ സ്തോത്രം തുടങ്ങിയാൽ നമുക്കറിയാം. ഇത് ആ ഒരു വാക്ക് തന്നെ വെച്ചോണ്ട് ഞാനൊരു 5 ഒത്തുവാക്യം പറയാൻ എൻ്റെ സമയം തീരും. പക്ഷേ എനിക്ക് 1-2 കാര്യങ്ങൾ അതിന് പറയാനുണ്ട്. അതുകൊണ്ട് ഒരു പാരഗ്രാഫ് മുഴുവൻ വായിപ്പിച്ചത്. എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിന് വിരോധമായിട്ട് യുദ്ധത്തിന് വന്ന ശത്രു സൈന്യത്തെ പ്രാർത്ഥനാ മുറിക്കകത്തിരുന്ന് കണ്ടു എലീശ. നിങ്ങൾ വായിച്ചിട്ടില്ലേ? കണ്ടപ്പോൾ എന്താ പറ്റി? സ്തോത്രം. കണ്ടത് കൊണ്ട് ശത്രു സൈന്യം വീക്കായി. അയാള് അവിടുത്തെ രാജാവ് ചോദിക്കുന്നു, നമ്മുടെ ഇടയിൽ ആരാ ചാരൻ? നമ്മളിവിടെ അണിയറയ്ക്കകത്ത് രഹസ്യമായി പറയുന്ന കാര്യം അവിടെ ആരാ ചോർത്തി കൊടുക്കുന്നത്? അപ്പൊ അവൻ വീക്കാവുകയാണോ? അവൻ താളം പിഴയ്ക്ക്. കാരണം എന്താ? അവന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവൻ മെനയുന്ന തന്ത്രങ്ങൾ സ്തോത്രം. അതൊരു രാജാവുമാണെങ്കിൽ നിങ്ങൾ കേട്ടോളണം, അണിയറയിൽ പിശാച് സ്തോത്രം ഇവർക്കെതിരെ മെനയുന്ന തന്ത്രങ്ങൾ ആത്മലോകത്തേക്ക് നോക്കാൻ കഴിവുള്ള ഒരാൾ ആ രാജ്യത്തുണ്ടെങ്കിൽ പിശാചിന്റെ തന്ത്രങ്ങൾ നടക്കത്തില്ല, അവന്റെ നീക്കങ്ങൾ നടക്കത്തില്ല. അവൻ വിറയ്ക്കാൻ തുടങ്ങും, അവൻ ഒതുങ്ങാൻ തുടങ്ങും. ഇന്ന് ദൈവാത്മാവ് പറയുന്നു, ചിലരെ ദൈവം അതിനെ എഴുന്നേൽപ്പിക്കുക. ഹല്ലേലൂയ. നമുക്ക് പ്രശ്നമുണ്ടോ പോരാട്ടമുണ്ടോ എന്നുള്ളതല്ല വിഷയം. നമ്മളെ ദൈവം വില കൊടുത്ത് വാങ്ങിയത് പിശാചിനോട് എതിർത്ത് നിൽക്കാനാണ്. എന്ന് പറഞ്ഞാൽ സ്തോത്രം. ഹല്ലേലൂയ. അവനെ സ്തോത്രം നമ്മുടെ ഭിത്തിയിൽ എഴുതി വെക്കാൻ, ഒരു വാക്ക് എഴുതി വെക്കാനല്ല, ഈ വിധത്തിൽ ആത്മതലത്തിൽ അവനോട് എതിർക്കണം. നിങ്ങളുടെയൊക്കെ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും ദുഷ്ടശക്തികൾ നിന്നുകൊണ്ട് ഇതുപോലെ നമുക്കെതിരെ ഭയങ്കരമായ പരിപാടികൾ ഇണക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ തലമുറയ്ക്കെതിരെ എവിടെയെങ്കിലും ഏതെങ്കിലും സൂചി പോയെങ്കിലും അനങ്ങുന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥനാ മുറിയിൽ കാണാൻ, അതിലേക്ക് എത്തി നോക്കാൻ കൃപയുള്ള ചില അമ്മമാരെ, പിതാക്കന്മാരെ, കർത്തൃദാസന്മാരെ റിജോയ്സ് മിനിസ്ട്രിക്കകത്ത് പരിശുദ്ധാത്മാവ് വലിയ പേരും പ്രസക്തിക്ക് ഒന്നുമല്ല. അങ്ങനെ ഒരു കൃപയുണ്ടെന്ന് പറഞ്ഞ് ലോകം മുഴുവൻ യാത്ര ചെയ്ത് നടക്കാനുമല്ല, പിന്നെയോ സാത്താന്യ ശക്തികൾ തോക്കേണ്ടതിന്, ഇരുളിന്റെ മേഖലകൾ തോക്കേണ്ടതിന് ആത്മലോകത്തേക്ക് നോക്കാൻ ചിലര് വേണമെന്ന് ദൈവം എന്നോട് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഈ ദൂത് ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ്, ദൂതല്ല, ഈ ഭാഗം ഞാൻ ചിന്തിച്ച് അടിവരയിട്ട് വെച്ചിരുന്നതാ. പക്ഷെ ഇവിടെ വന്ന് സ്തോത്രം ഇന്നലെ വരെ യാത്രയിലൊക്കെ എനിക്ക് തിരക്കായിരുന്നു. തന്നെയല്ല, ഞാൻ നേരത്തെ ഒരു സന്ദേശത്തിന് വേണ്ടി ഇരുന്ന ദൈവമായിട്ട് തരികയല്ല എനിക്ക്.
റിജോയ്സിൽ പ്രസംഗിക്കാൻ വേണ്ടി ഇന്നലെ ഞാൻ ഇരുന്നോടത്ത് നിന്ന് പിന്നെ കുറേ ഒന്നും കിട്ടിയാൽ ഇന്ന് ഞാൻ വന്ന് സ്തോത്രം ജിമ്മിച്ചാൻ്റെ വീട്ടിൽ വന്ന് ചിലനോട് ചില റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് റെസ്റ്റ് എടുക്കാൻ അങ്ങ് തോന്നുന്നില്ല. കാരണം പഴയ പ്രസംഗങ്ങൾ ഒത്തിരി ഇരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ എപ്പോഴും എൻ്റെ മനസ്സ് പുതിയത് ജനത്തിന് കൊടുക്കാമെന്നുള്ള ചിന്തയുള്ള എൻ്റെ പേരിൽ ഒത്തിരി പ്രസംഗങ്ങൾ എൻ്റെ ഹൃദയത്തിനകത്തുണ്ട്. എന്നും പ്രസംഗമല്ലേ. അപ്പോൾ ഇംഗ്ലണ്ടിൽ പ്രസംഗിച്ച പ്രസംഗം അതിനകത്ത് ഒരെണ്ണം പ്രസംഗിച്ചാൽ നിങ്ങൾ അറിയാൻ പോകുന്നില്ല. പക്ഷെ എൻ്റെ മനസ്സ് പറഞ്ഞു അങ്ങനെയല്ല, ഈ ജനത്തെ ദൈവം എന്തോ ചെയ്യാൻ പോവുക. അപ്പം ഞാൻ ആ കട്ടിലയിലിരുന്നുകൊണ്ട് സ്തോത്രം ഞാൻ എവിടെയോ എഴുതി വെച്ചിരുന്നു ഈ വാക്ക്. ഞാൻ കട്ടിലയിരുന്നുകൊണ്ട് ആ വാക്ക് നുള്ളിപ്പിറക്കി ഒരു കടലാസിനകത്ത് പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ച കാര്യം സ്തോത്രം ഹല്ലേലൂയ എഴുതി വെച്ചു. ആ എഴുതി വെച്ച് നിങ്ങളോട് പറയുക, കർത്താവിൻ്റെ ആഗ്രഹമാണ് ചിലർ ഈ ഭൂമിയിലെ കാര്യങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം നോക്കാതെ, ആ കാര്യത്തിൽ നമുക്ക് 1000 കണ്ണുണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ, ഈ റോട്ടിലൂടെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കാൻ, നമ്മുടെ അടുക്കളയിൽ സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യാൻ, സൂക്ഷ്മതയോടെ ഒരരിയിലൊരു കല്ല് കടന്നാൽ അത് കാണാനുള്ള കണ്ണ് നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിന് നേരെ, നമ്മുടെ ആരോഗ്യത്തിന് നേരെ, നമ്മുടെ ആത്മീകത്തിന് നേരെ, നമ്മുടെ സഭയ്ക്ക് നേരെ, നമ്മുടെ സമാധാനത്തിന് നേരെ പോരാടുന്നവൻ ഈ അരിയിലെ കല്ലല്ല, അവൻ ഈ മണ്ണിലല്ല, അത് തലപൊക്കി നോക്കിയിങ്ങനെ കാണാൻ കഴിയുള്ളൂ. അത് വെറുതെ തല ഉയർത്തിയല്ല, അത് മറശീലയ്ക്ക് അപ്പുറമാണ്. അതിലേക്ക് എത്തി നോക്കണം. അവിടെ നോക്കുമ്പോഴാണ് കാണുന്നത്. ഞാൻ അതിലേക്ക് വരാം. അതിനൊക്കെ മുമ്പ് ഞാൻ പെട്ടെന്ന് നിങ്ങൾ പഠിക്കുന്നവരായ പറയാം. 5 തരം കാഴ്ചകളെ കുറിച്ചാണ് ആത്മീകത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് കേട്ടോ. 5 തരം കാഴ്ചകളെ കുറിച്ച് 5 ലെവലുകളുണ്ട് കാഴ്ചയ്ക്ക്. സ്തോത്രം ഹല്ലേലൂയ. ഒന്നാമത് പൗലോസ് പറയുന്നുണ്ട്, പൗലോസിൻ്റെ മിനിസ്ട്രി തന്നെ കണ്ണ് തുറക്കാനാണ്. എവിടെ എഴുതിയിരിക്കുന്ന പറയാം, അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് എഴുതിയിരിക്കുന്ന 26:18. പെട്ടെന്ന് ആരോ വാക്യം വായിക്കാൻ ഇപ്പോൾ നോക്കാം. 26:18 എഴുതിയിരിക്കുന്നത് നോക്കി, അല്ലെങ്കിൽ സ്ക്രീനിൽ വാക്യം ഇട്ടാലും മതി. 26:18 അപ്പോസ്തല പ്രവൃത്തി എന്താ എഴുതിയിരിക്കുന്നത്? 26:18 അപ്പോസ്തല പ്രവൃത്തി 26:18 എന്താ എഴുതിയിരിക്കുന്നത്? അവർക്ക് പ്രവാചകൻ പാപമോചനവും അതൊക്കെ വായിച്ചോ. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും, കേട്ടോ, അവരുടെ കണ്ണ് തുറപ്പാനും, അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന്. മിനിസ്ട്രി, അദ്ദേഹത്തിന്റെ മിനിസ്ട്രി അജണ്ടയാണെന്ന് പറഞ്ഞാൽ എന്തിനാണ് തന്നെ ദൈവം വിളിച്ചത്? ആമേൻ. ഈ ചോദ്യം നമ്മളോടും ചോദിക്കണം. എന്തിനാണ് എന്നെ വിളിച്ചത്? ആമേൻ. മാന്യമായ സ്റ്റാൻഡേർഡിൽ നമ്മൾ നല്ല സ്റ്റാറ്റസിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരോടും പറഞ്ഞു ദൈവം വിളിച്ചിട്ടാണ് നമ്മളിപ്പോൾ, നിങ്ങൾ എന്നാ ഇപ്പോൾ പള്ളിയിൽ വരുന്നില്ല, അല്ലെങ്കിൽ യോഗത്തിൽ വരുന്നിപ്പോൾ ആ ചോദ്യം നിർത്തി ഒത്തിരി നാളായി. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ദൈവം വിളിച്ചു. ശരിയാണ്, ആ ചോദ്യത്തിൻ്റെ മൂർച്ച കുറഞ്ഞു. ഇനി നമ്മളോട് ചോദിക്കണം, എന്തിനാ ദൈവമേ എന്നെ വിളിച്ചത്? പൗലോസ് അത് കണ്ടെത്തി. അദ്ദേഹം പറയുന്നു, എന്നെ വിളിച്ചത് കണ്ണ് തുറക്കാനാണ് എന്ന് പറയുമ്പോൾ 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ആളുകളെ സൗഖ്യമാക്കുക എന്നുള്ളതല്ലല്ലോ. അപ്പോൾ ആത്മീകത്തിൻ്റെ തന്നെ ഒരു വലിയ വാക്കാണ് കണ്ണ് തുറക്കുക. സ്തോത്രം. കണ്ണ് തുറക്കുക. നീ കണ്ണ് തുറന്നാലും കാഴ്ചയെക്കുറിച്ച് 5 വാക്കുകളാണ് എഴുതിയിരിക്കുന്നത്. വേണമെങ്കിൽ പെട്ടെന്ന് വായിച്ചോ. ആദ്യത്തേത് പത്രോസിൻ്റെ ലേഖനത്തിലാണ്. 2 പത്രോസ് 1:9 എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെ. 2 പത്രോസ് 1:9 എഴുതിയിരിക്കുന്നത് കാഴ്ചയെക്കുറിച്ചുള്ള ആദ്യത്തെ വാക്യം ഇങ്ങനെയാണ്. 1:9 എന്താ എഴുതിയിരിക്കുന്നത്? അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം. മതി. മലയാളത്തിൽ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, ഹ്രസ്വദൃഷ്ടി, ഷോർട്ട് സൈറ്റ്. ഇംഗ്ലീഷ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, ഇംഗ്ലീഷിൽ ബ്ലൈൻഡ് എന്നൊക്കെ ആയിരിക്കും അല്ലേ. പക്ഷേ ആ വാക്ക് ഹ്രസ്വദൃഷ്ടി, മലയാളമാണ് കുറച്ചുകൂടെ. തീർത്തും കണ്ണില്ലാത്തവനല്ല, കാഴ്ചയില്ലാത്തവൻ. വിശ്വാസിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ലേഖനത്തിനകത്ത്, പാപിയെക്കുറിച്ചല്ല, വിശ്വാസിയാണ്. പക്ഷെ അവൻ പ്രശ്നം എന്താ? സഭയ്ക്കകത്ത് വരും, എല്ലാം ഉണ്ട്, പക്ഷെ ആള് ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഷോർട്ട് സൈറ്റ് എന്ന് പറയുകയല്ലേ. ഞാൻ പറഞ്ഞ ആത്മീയത കണ്ണട വെച്ചൊരു പേടിക്കണ്ട, നിങ്ങളുടെ കാര്യമല്ലേ പറയുന്നേ. സ്തോത്രാതെ എന്നുവെച്ചാൽ സ്തോത്രം, ഇന്നത്തെ കാര്യത്തിന് മാത്രം കർത്താവിനെ അന്വേഷിക്കുന്നവർ. ഇപ്പോൾ കൊച്ചിൻ്റെ പരീക്ഷ ജയിക്കണം, അപ്പോൾ ആരെങ്കിലും വന്ന് പ്രാർത്ഥിക്കണം, അന്ന് തന്നെ ഫോൺ നമ്പർ തപ്പിയെടുക്കുക. അപ്പോൾ യേശുവിനെ വേണം, ദൈവത്തെ വേണം, വീട്ടിൽ വേണമെങ്കിൽ യോഗം വയ്ക്കാം, എവിടെയും വരാം. ഇന്നത്തെ കാര്യം കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രശ്നം വരണം. അങ്ങനെയുള്ളവരെ ബൈബിൾ വിളിക്കുന്ന പേരാണ് ഹ്രസ്വദൃഷ്ടി. ഇപ്പോഴത്തെ കാര്യത്തിന് മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നവർ. അങ്ങനെയുള്ളവരാരും ഒന്നും വന്നിട്ടില്ലല്ലോ, റിജോയ്സിലില്ല. സ്തോത്രം. ഇപ്പോഴത്തെ കാര്യത്തിനല്ല, ഇപ്പോഴത്തെ കാര്യങ്ങൾ ദൈവം നടത്തിത്തരും. പക്ഷെ അതിനു വേണ്ടി മാത്രമായിട്ട് ഒരു സഭ, ഒരു ദൈവം,
ഒരു ദൈവദാസൻ, അത് ദൈവം അപ്പോയിന്റ് ചെയ്തിട്ടില്ല. അടുത്തത് എബ്രായ ലേഖനത്തിനകത്താണ്. വായിച്ചു നോക്കിയേ, 11:13. എബ്രായ ലേഖനം 11:13. എന്താ എഴുതിയിരിക്കുന്നത്? 11:13 എബ്രായ ലേഖനം വായിച്ചോ. അവിടെ എഴുതിയിരിക്കുന്നത് ഇവരെല്ലാവരും നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്നത് കണ്ടു. മതി, ദൂരത്ത് നിന്ന് കണ്ടു. അതിന് വേണമെങ്കിൽ എഴുതുന്നവർ എഴുതിക്കോ, ദൂരക്കാഴ്ച, ലോങ് സൈറ്റ് എന്ന് പറഞ്ഞ എന്തിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്? അങ്ങ് ദൂരെ നിൽക്കുന്ന ഒരാളെ കാണുന്നതിനെ കുറിച്ചല്ല. ഇവിടെ എഴുതിയിരിക്കുന്നു, അവിടെ മോഡല വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. അവരെല്ലാവരും, അതിവിടെയല്ല, തിരശ്ശീലയ്ക്ക് അപ്പുറമാണ്, വിസ എടുത്ത് പോകാൻ പറ്റുന്നൊരു സ്ഥലമല്ലത്. ദൈവശില്പിയായി നിർമ്മിക്കുന്നതും അടിസ്ഥാനമുള്ളതും അങ്ങ് പുത്തനാം യെരൂശലേമാണ്, സ്വർഗമാണത്. പക്ഷെ ഭൂമിയിൽ നിന്നോണ്ട് അത് കണ്ടെന്ന് ചുമ്മാ ബൈബിളിനകത്ത് തമാശ എഴുതി വെക്കൂ. അപ്പൊ അന്ന് ജീവിച്ചിരുന്ന ആളുകളെല്ലാം കഷ്ടം സഹിച്ചത്, നിന്ന സഹിച്ചത്, ആക്ഷേപം സഹിച്ചത് അവരുടെ കാഴ്ചപ്പാടിന്റെ ഗുണമാണ്. അവർ ഈ മണ്ണിൽ നിന്നുകൊണ്ട് ദൂരെ കണ്ടു ദൈവശില്പിയായി നിർമ്മിച്ച നഗരം. അത് കാണുന്നവരാ ഭാഗ്യമുള്ളവർ. ദൂരക്കാഴ്ച. രണ്ടാമത്തത് സ്തോത്രം. മൂന്നാമത്തത് എഫേസ് ലേഖനത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. അത് 1:17 എഫേസ് ലേഖനം 1:17. വായിച്ചേ, 1:17. എഫേസ് ലേഖനം 1:17. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുക. മൂന്നാമത്തെ ദൃഷ്ടി ഹൃദയദൃഷ്ടി പ്രകാശിക്കുക എന്ന് പറയുന്നത് സ്തോത്രം. അങ്ങനെ ഒരു വാക്ക് എഴുതിയിരിക്കുന്ന എൻ്റെ ഒരു മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ ആ ഹൃദയദൃഷ്ടിക്ക് ഒരു വാക്ക് ഇംഗ്ലീഷിൽ കൊടുക്കുകയാണെങ്കിൽ ഇൻസൈറ്റ് എന്ന് പറയും. ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ച നമ്മൾ പറയല്ലേ. ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ പറയുമ്പോൾ നമ്മളതിനെ ശരിക്കും ഒരു വാക്കുകൊണ്ട് നമ്മൾ തൃപ്തരാകരുത്. നമ്മളെ തന്നെ കാണാനുള്ള കാഴ്ചയാണ് ഈ ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ ഉണ്ടാകുന്നത്. പൗലോസ് എഫേസോസിലെ സഭക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അന്യഭാഷ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ദൈവമേ ഹൃദയദൃഷ്ടി കൂടെ പ്രകാശിപ്പിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? സ്തോത്രം. ഇവരാരാന്നും പിടികിട്ടണമെങ്കിൽ ഉൾക്കാഴ്ച വേണം. ഇവരിലേക്ക് നോക്കണം. ഇവർ ദൈവത്തിൻ്റെ മക്കളാണ്. ഇവരുടെ അകത്ത് വസിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇവരുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഇവരുടെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട്. ഇവർക്ക് ദൂതന്മാർ കാവലുണ്ട്. ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ടോ? നമ്മൾ അറിയണമെങ്കിൽ എത്ര പ്രസംഗം കേട്ടാലും നമുക്ക് ഉൾക്കാഴ്ച ഉണ്ടെങ്കിലേ നമ്മൾ ആരാന്ന് പിടികിട്ടുള്ളൂ. സ്തോത്രം. അപ്പം നമുക്ക് മനസ്സിലാകും നമുക്കിന്നത് ചെയ്യാൻ പാടില്ല, നമുക്കിന്നത് പറയാൻ പാടില്ല. കാരണം നമ്മുടെ ഉൾക്കാഴ്ചയാണ് നമ്മളെ വിശുദ്ധരാക്കുന്നത്. അല്ലാത്തൊരിക്കലും നമുക്ക് തോന്നിയാൽ എന്തും ചെയ്യും, എവിടെയും പോകും. കാരണം നമുക്ക് നമ്മളെക്കുറിച്ചൊരു കാഴ്ചപ്പാടില്ലല്ലോ. നമ്മൾ ആരാന്നുള്ളത്, നമ്മളെ ഈ രാജ്യത്ത് വിളിച്ചത് എന്തിനാന്നുള്ള കാഴ്ചപ്പാട്, നമ്മളെന്തിനാണ് ഒന്നിച്ച് കൂടുന്നതെന്നുള്ള കാഴ്ചപ്പാട്, നമ്മളെന്തിനാണ് ഈ പദ്യം നോക്കി സ്തോത്രം ഒരു ക്ലബ് സ്റ്റൈലിൽ ജീവിക്കാവുന്ന സാധ്യതകളും ബന്ധങ്ങളും സുഹൃത്തുക്കളൊക്കെ 10-25-30 വർഷം കൊണ്ട് ഇവിടെ വന്നപ്പോൾ എന്തെല്ലാം സ്തോത്രം ഏതൊക്കെ തരത്തിലെ സമൂഹങ്ങൾ ഇവിടെ ഉള്ളത്. അവരിൽ ഒരാളെപ്പോലെ ജീവിക്കാം. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ അടർന്നു മാറിയത് നമ്മളെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടായതുകൊണ്ടാണ്. ദൈവത്തെ പേടിച്ചിട്ട് മാത്രമല്ല. സ്തോത്രം. ദൈവത്തെ പേടിയുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അതിന് പ്രായശ്ചിത്തങ്ങളൊക്കെ അവർ കഴിക്കുകയും ചെയ്യും. പക്ഷേ നാം ദൈവസന്നിധിയിൽ ഇത്രയും പരമാർത്ഥികളായി ജീവിക്കാൻ കാരണം നമുക്കൊരു കാഴ്ചപ്പാടുണ്ടായി. എൻ്റെ യേശു എന്നെ ചോര കൊടുത്ത് വാങ്ങിയതാണ്. ഞാൻ മതം മാറിയതല്ല. ഞാൻ കുറച്ചുകൂടെ പാട്ട് പാടുന്ന ആൾക്കാരെ കണ്ടപ്പോൾ അതാ നല്ലത് പറഞ്ഞ് അങ്ങോട്ട് ചാടിപ്പോയതല്ല. പിന്നെയോ എന്നെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയതാണ്. എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിനെ തന്നു. ഇത് മൂന്നാമത്തതാണ് നമ്മുടെ ഇൻസൈറ്റ്. നാലാമത്തത് ഡിവൈൻ സൈറ്റ് ആണ്. നമ്മൾ ആദ്യം വായിച്ചു 27 അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ ഒരു പ്രശ്നങ്ങളുടെ നടുവിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം കാണുന്ന കാഴ്ചപ്പാടാണ്. നമ്മൾ 27-10 ആദ്യം വായിച്ചില്ലേ? ഈ യാത്രയിൽ കപ്പലിന് മാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തി 27-10 കപ്പലിന് മാത്രമല്ല, സ്തോത്രം, ചരക്കിനും പ്രാണനും കൂടെ ഹാനി വരുമെന്ന് ഞാൻ കാണുന്നു.
276 യാത്രക്കാരുള്ള ആ കപ്പലിനകത്ത് 275 പേരും കാണാത്തത് പ്രാർത്ഥിക്കുന്ന പൗലോസ് കണ്ടു. തോന്നല് വേറെ, കാണുന്നത് വേറെ. സ്തോത്ര ഹല്ലേലൂയ. അതിന് വിളിക്കുന്നത് ഡിവൈൻ സൈറ്റാണ്. നാളെ നടക്കാൻ പോകുന്ന കാര്യം നമ്മൾ ആ സ്വപ്നം പോലും ആയിരിക്കില്ല ചിലപ്പോൾ കേട്ടോ. നമ്മൾ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഒത്തിരി പേര് ഇന്നലെ പാസ്റ്ററെ കുറിച്ച് സ്വപ്നം കണ്ടു, സ്തോത്രം, അത് ഇന്നതാണെന്നൊക്കെ പറഞ്ഞാൽ ശരിയായിരിക്കാം. ചിലപ്പോൾ സ്വപ്നത്തിൽ കൂടെ കമ്മ്യൂണിക്കേഷനുണ്ട്. സ്വപ്നം ഒന്നൊരു സീനില്ല, ഒരു രംഗമില്ല. പക്ഷെ നമ്മുടെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ചില കാര്യങ്ങൾ കാണുകയാണ്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് പിടികിട്ടണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു അനുഭവത്തിലൂടെ പോകണം. വ്യക്തമായിട്ട് നമ്മുടെ മനസ്സിനകത്ത് ദൈവം ഒരു പിക്ചർ തരികയാണ്. അങ്ങനെ തരുന്നൊരു തലം ആത്മീകത്തിനുണ്ട്. ഇന്ന് ഞാൻ വേറെ ഒരു വാക്ക് പറയാതെ ഈ വാക്കിലൂടെ തന്നെ പോകാൻ കാരണം ഇന്നൊരു ഡോർ ഓപ്പൺ ഡേ ആണ്. സ്തോത്ര ഹല്ലേലൂയ. പൗരുഷൻ്റെ ഒരു അനുഗ്രഹീത മീറ്റിംഗാണ് നടക്കാൻ പോകുന്നത്. പക്ഷെ അതിനേക്കാൾ മുമ്പ് നമ്മുടെ സഭയ്ക്കകത്ത് സ്വർഗ്ഗം എന്നെ ഏൽപ്പിച്ച കാര്യം പറയുകയാണ്. ഇന്നൊരു ഓപ്പണിംഗ് ആണ്. കർത്താവിന് പ്രസാദമുള്ള ചിലരിവിടെയുണ്ട്. ചിലത് സംഭവിച്ചിട്ട് അയ്യോ ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് പറയുകയല്ല. ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് കർത്താവ് ചിലരെ ഏൽപ്പിക്കാൻ പോകുകയാ. ഒരു ഡിവൈൻ സൈറ്റ് ദൈവം തരാൻ പോകുകയാ. അഞ്ചാമത്തതാണ് സ്തോത്ര ഹല്ലേലൂയ, ഈ ഹെവൻലി സൈറ്റ്, ഉന്നത ദൃഷ്ടി എന്ന് മലയാളത്തിൽ എഴുതാൻ വേണമെങ്കിൽ അഞ്ചാമത്തെ കാര്യമാണ് ഉന്നത ദൃഷ്ടി. അതാണ് സക്കറിയാവ് ഇപ്പോൾ കണ്ടത്. അത് തലപൊക്കി നോക്കി എന്ന് പറയുന്നത് ഒരു സ്ക്രീനിന് അപ്പുറത്തേക്ക് കാണാനുള്ള ഒരു ലെവലിലേക്ക് ദൈവം അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചു. ചിലപ്പോൾ വിശ്വാസത്തിലേക്ക് വരുന്ന അന്ന് തന്നെ നടന്നെന്നിരിക്കുകയല്ല, പ്രാർത്ഥിക്കും പാട്ട് പാടും ചെയ്യാൻ തുടങ്ങുന്നത്. പക്ഷെ നിരന്തരമായ ദൈവിക സമ്പർക്കത്തിൽ ഇടപെടുമ്പോൾ കർത്താവ് അടുത്ത മേഖല ഓപ്പൺ ചെയ്യും. സ്തോത്രം. അതിനെക്കുറിച്ചെല്ലാം ബൈബിൾ വാക്യമുണ്ട്. ആവർത്തന പുസ്തകം 29:1 വായിച്ചു നോക്കി. ആവർത്തന പുസ്തകം 29:1 വായിച്ചു നോക്കി. 29 അധ്യായത്തിൻ്റെ 1-2 എന്ത് എഴുതിയിരിക്കാൻ നോക്കാം. ഞാൻ വായിക്കാം. മോശെ എല്ലാ ഇസ്രായേലിനെയും വിളിച്ച് പറഞ്ഞ എന്തെന്നാൽ യഹോവ മിസ്രയീം ദേശം നിങ്ങൾ കാണുക ഫറവോനോട് അവരുടെ സകല ഭൃത്യന്മാരോട് സകല ദേശത്തോടും ചെയ്തതൊക്കെ നിങ്ങൾ കണ്ടുവല്ലോ. നിങ്ങൾ കണ്ണാലെ കണ്ട വലിയ പരീക്ഷകളും അടയാളങ്ങളും മഹാത്ഭുതങ്ങളും തന്നെ. അടുത്തത് കേൾക്കണം. എങ്കിലും തിരിച്ചറിയുന്ന ഹൃദയവും കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും യഹോവ നിങ്ങൾക്ക് ഇന്ന് വരെ തന്നിട്ടില്ല. മോശ പറയുകയാണ്, നമ്മൾ ഒത്തിരി അത്ഭുതങ്ങളൊക്കെ കണ്ടു. ചെങ്കടൽ പറ്റിയത് കണ്ടവരാ നിങ്ങൾ. മന്ന കണ്ണുകൊണ്ട് കണ്ടവരാ. സ്വർഗത്തിലായിരുന്ന സാധനം, അത് നമ്മുടെ കൺമുമ്പിൽ കണ്ടവരാ നമ്മൾ. പാറ പിളർന്ന് വെള്ളം വരുന്നത് കണ്ടവരാ നമ്മൾ. ഫറവോൻ ഉപ്പുവെള്ളം കുടിച്ച് ചാവുന്നത് കണ്ടവരാ നമ്മൾ. ഇതെല്ലാം നമ്മൾ കണ്ടു. എങ്കിലും കാണുന്ന കണ്ണ് ദൈവം ഇതുവരെ നമുക്ക് തന്നില്ലെന്നല്ല, നിങ്ങൾക്ക് തന്നില്ല. അങ്ങനെ ഒരു സൂത്രമുണ്ടോ? കാണുന്ന എന്ന് പറഞ്ഞാൽ ആത്മീകത്തിലേക്ക് വന്നപ്പോൾ എന്ത് കാണുന്നു? ഈ അത്ഭുതങ്ങളെല്ലാം കണ്ടെന്നല്ല എഴുതിയിരിക്കുന്നേ. അതെല്ലാം കണ്ടു. പക്ഷെ അതിനപ്പുറം ചില മേഖലയുണ്ട്. അത് കാണണമെങ്കിൽ വേറൊരു കണ്ണാണ്. സ്തോത്രം. ആ ഭാഷ മനസ്സിലാവുന്നപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ, ഞാൻ സാധാരണ നമ്മുടെ റിജോയ്സിൽ പറഞ്ഞിട്ടുള്ളതിനേക്കാൾ ഇച്ചിരി കട്ടിയാന്ന് എനിക്കറിയാം ഇന്ന്. പക്ഷെ ദൈവാത്മാവ് പറയുന്നത് കേട്ടല്ലേ പറ്റൂ. ഒരു ഉന്നത തലത്തിലേക്ക് നമ്മൾ മാറേണ്ട സമയമായി. കൂട്ടം ചെറുതായിരിക്കാം, പക്ഷെ ദൈവത്തിന് പ്രതീക്ഷയുണ്ട്. ചില കാര്യങ്ങൾ സംഭവിപ്പാനിരിക്കുന്നത്. അഗബോസ് എന്ന് പറയുന്നൊരു പ്രവാചകനെ വേദപുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ നിങ്ങൾ? അപ്പോസ്തലപ്രവൃത്തിയിലൊക്കെ വായിച്ചാൽ അഗബോസ്, അദ്ദേഹം സ്തോത്രം, അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം സ്തോത്രം എവിടെയാണ്? ലോകത്തിൽ ക്ഷാമം വരാൻ പോകുന്നു എന്ന് അദ്ദേഹം ഒരു ലോക്കൽ സഭയിൽ വന്ന് പറയുകയാണ്. അന്ത്യോക്യ സഭയിലാണ് അല്ലേ? അന്ത്യോക്യ സഭയിൽ വന്ന് അവിടെ വന്നിട്ട് പറയുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ലോകത്തിൽ ക്ഷാമം വരാൻ പോകുന്ന കാര്യം രാഷ്ട്രീയ നേതാക്കന്മാർക്കറിയില്ല. ഇവിടുത്തെ ഐക്യരാഷ്ട്ര സംഘടനയുടെ അധികാരികൾക്ക് അറിയില്ല. അവരല്ലേ ലോകത്തിലൊരു പ്രശ്നം ഉണ്ടായി കൈകാര്യം ചെയ്യേണ്ടവർ. അല്ല, വീട്ടിൽ പ്രശ്നം ഉണ്ടായാൽ അച്ഛൻ കൈകാര്യം ചെയ്യും, അല്ലെങ്കിൽ സഭയിൽ പ്രശ്നം ഉണ്ടായാൽ പാസ്റ്റർ കൈകാര്യം ചെയ്യും, നാട്ടിൽ പ്രശ്നം ഉണ്ടായാൽ പോലീസ് കൈകാര്യം ചെയ്യും. ലോകത്തിൽ പ്രശ്നം ഉണ്ടായാൽ കൈകാര്യം ചെയ്യുന്ന ആരാ? ലോകത്തിന് ഇവിടെ ഒരു ഐക്യരാഷ്ട്ര സംഘടന വലിയ ഉന്നതന്മാരില്ലേ? അവർക്കറിയാൻ വയ്യാത്ത കാര്യം പാവപ്പെട്ട ഒരു ഉപദേശി പറയുക, ലോകത്തിൽ ക്ഷാമം ഉണ്ടാകാൻ പോവാണ്. അങ്ങനെ ഒരു ഉന്നതമായ മേഖല ആത്മീകത്തിലുണ്ട്.
ആ ലെവലിലേക്ക് കർത്താവ് എല്ലാരെയും കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ദൈവം പറയുന്ന ഒരു ഉന്നതമായ ലെവലിലേക്ക് കണ്ണ് തുറക്കുന്നൊരു ദിവസമാണ്. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി ഞാൻ ആ സക്കറിയാവിലെ കാര്യം ഒന്ന് പറഞ്ഞ് സ്തോത്ര അവസാന ഭാഗത്തേക്ക് വരുത്താൻ എനിക്ക് നേരമുള്ളൂ. കേട്ടോളൂ, അതിനോട് ഇന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം നമുക്ക്. കേക്ക് അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? തലപൊക്കി നോക്കിയപ്പോൾ 4 കൊമ്പ് കണ്ടു. അപ്പോൾ തലപൊക്കി നോക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇറങ്ങുന്ന പിടികിട്ടിയല്ലോ. ഒരു സാധാരണയല്ല. പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ സാധാരണ കാണുന്നതിന് അപ്പുറം ഒരു മേഖലയിലേക്ക് നമ്മളെ കണ്ണെത്തി. കൃത്യമായി കാണാൻ പറ്റുന്ന മേഖലയുണ്ട്. അങ്ങ് നോക്കിയപ്പോൾ സക്കറിയാവ് കാണുകയാണ് 4 കൊമ്പ്. കൊമ്പ് എന്ന വാക്ക് ബൈബിളിൽ നിങ്ങൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. കൊമ്പെന്നുള്ളൊരു ആത്മീക ഭാഷയാണ്. കൊമ്പുയർത്തരുത് എന്നൊരു വാക്ക് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആരാ സ്തോത്രം, നമ്മുടെ ഹന്നയുടെ പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. ഡംബിച്ച് നീ സംസാരിക്കരുത്, നിങ്ങളുടെ കൊമ്പ് മേലോട്ട് ഉയർത്തരുത് എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് എല്ലാവർക്കും കാളെ പോലെ കൊമ്പുണ്ടായിരുന്നോ? ഇല്ല. പിന്നെന്താ വാക്കിൻ്റെ അർത്ഥം? അത് പ്രൗഡ്, ശക്തിയെ കാണിക്കുന്നതാണ്. കൊമ്പിനെ കുറിച്ച് എവിടെയൊക്കെ വായിക്കുന്നു അതിനെക്കുറിച്ച് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുണ്ട്. അത് സ്തോത്രം വേറെ ദൈവം പറയുന്നുണ്ട്, എൻ്റെ അഭിഷിക്തൻ്റെ കൊമ്പ് ഞാൻ ഉയർത്തും എന്ന് പറഞ്ഞാൽ അവൻ്റെ ശക്തി ഞാൻ വർദ്ധിപ്പിക്കും. അത്രയേ ഉള്ളൂ അതിനർത്ഥം. അപ്പം ഇങ്ങനെ ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു ഭാഷയുണ്ട്. ഈ ഭാഷ നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മളിത് ചുമ്മാ വായിച്ചു വിടത്തുള്ളൂ. കൊമ്പെന്നുള്ള വാക്കിൻ്റെ അർത്ഥം പവർ, ശക്തി. 4 കൊമ്പുകൾ കണ്ടു എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ മനസ്സിലാക്കണം, 4 ശക്തികളെ കണ്ടു. അപ്പോൾ ശക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പിടി കിട്ടുമല്ലോ, ഒരു ഓപ്പോസിറ്റ് പവറാണ്. ഈ ശക്തിയെ കണ്ടു. അപ്പോൾ എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഇവ എന്താകുന്നു എന്ന് ഞാൻ, അപ്പോൾ പുള്ളിക്ക് പിടികിട്ടിയില്ല എന്താന്ന്. 4 പവർ, 4 ശക്തി. അത് ഏത് രൂപത്തിലാണ് കണ്ടതെന്നറിയില്ല. കൊമ്പെന്നാണ് വന്നിരിക്കുന്നത്. അതേതോ രൂപത്തിൽ കണ്ടു. അപ്പോൾ ചോദിച്ചു, ഞാൻ ഇങ്ങനെ കാണുന്നത് എന്താണത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, ഇവ യഹൂദയെയും ഇസ്രായേലിനെയും യെരൂശലേമിനെയും ചിതറിച്ച് കളഞ്ഞ. അപ്പം നോക്കണം, സ്തോത്രം, ഈ കൊമ്പ് ചുമ്മാ മോളിൽ നിന്നല്ല. യഹൂദ, ഇസ്രായേൽ, യെരൂശലേം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം കൂട്ടമാണ്, അല്ലേ? യഹൂദ, ഇസ്രായേൽ, യെരൂശലേം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം. യെരൂശലേം ദൈവത്തിൻ്റെ മഹാരാജാവിൻ്റെ നഗരം. ഇസ്രായേൽ, യഹൂദയൊക്കെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം ആളുകൾ. അതിനെ ചെതറിച്ച ശക്തിയാണ്. ഇതാരും കണ്ടില്ല. പക്ഷെ തല ഉയർത്തി നോക്കിയവൻ കണ്ടു. ചെതറിക്കാൻ നിൽക്കുന്ന 4 കൊമ്പുകളെ. അപ്പം ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ കാണാത്ത മേഖലയിൽ ചിലതൊക്കെ ഇങ്ങനെ ഉന്നം വെച്ച് നിൽക്കുന്നുണ്ട്. പലപ്പോഴും നിസ്സഹായരായ നമ്മൾ അവൻ്റെ ഏറ് കൊണ്ട് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അന്നേരം നമ്മൾ ഉപവാസം വയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഒരു ദൈവദാസനെ വിളിക്കുമ്പോൾ പറയുന്നു, സ്തോത്ര സിസ്റ്ററെ, ഇങ്ങനെ നിങ്ങൾക്ക് ഒരു 4 കൊല്ലമായിട്ടില്ലെങ്കിൽ അപ്പൻ്റെ കാലം മുതൽ ഇങ്ങനെ കൊമ്പുണ്ടായിരുന്നു എന്നൊക്കെ അന്നേരം പറയുന്നത്. പക്ഷേ കൊമ്പ് അതിൻ്റെ കുത്തേറ്റതിന് ശേഷം നമ്മൾ കരയുന്നതിനേക്കാൾ സക്കറിയാവിനെ പോലെ ഈ കണ്ണ് കിട്ടിയാൽ, ഈ കാഴ്ചപ്പാട് കിട്ടിയാൽ, അവൻ ചിലതിനെ ചതറിക്കാൻ, ചിലതിനെ പൊട്ടിക്കാൻ, ചിലതിനെ ഉപദ്രവിക്കാൻ, ചിലതിനെ നിരാശപ്പെടുത്താൻ, ചിലതിനെ ഇല്ലാതാക്കാൻ വ്യാപരിച്ചു നിൽക്കുന്ന ശക്തിയെ കാണാൻ പറ്റിയാൽ, യേശുവിന്റെ നാമത്തിൽ ഞാനിത് ദൈവാത്മാവിൽ നിങ്ങളോട് പറഞ്ഞിട്ട് പോകാം. പക്ഷെ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗം അത് കാണാൻ തുടങ്ങും. വളരെ പരമാർത്ഥതയോടെ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ പാദമെടുത്ത് നിൽക്കുമ്പോൾ കൃത്യമായി ദൈവം അത് നമ്മളെ കാണിക്കാനിടയാകും. ചതറിക്കുന്ന ശക്തിയാണെന്ന് മനസ്സിലായി. 21-ാം വാക്യം വായിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും സ്തോത്രം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ആരും തല ഉയർത്താതെ വണ്ണം യഹൂദയെ ചിതറിച്ച് കളഞ്ഞ കൊമ്പുകളാണവ. അത് ശരിക്കും ചില ട്രാൻസ്ലേഷനകത്ത് വന്നത് മുകളിൽ എഴുതേണ്ട വാക്കാണ്. ഈ 21-ന്റെ ഇടയിലാണ് കൊണ്ട് ഫിറ്റ് ചെയ്ത്, അതുകൊണ്ട് പറ്റിയത്. അപ്പോൾ നമ്മളതിനെ ചില എഡിറ്റ് ചെയ്ത് വായിക്കണം. ഈ 4 കൊമ്പിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്താ ഉദ്ദേശം? ആരും തലപൊക്കാതെ വണ്ണം. അപ്പൊ ഈ വ്യാപരിച്ചു നിൽക്കുന്ന കൊമ്പിന്റെ അവന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരുത്തനും തലപൊക്കരുത്. തലപൊക്കിയാൽ എന്താ നടക്കുക? ഇവനെ കാണും, ഈ ശക്തിക്ക് വെട്ടേക്കും. തലപൊക്കിയാൽ ഇവൻ നിർവീര്യമാകും. അതുകൊണ്ട് ആരും തലപൊക്കാതിരിക്കാൻ
ഇന്ന് പകൽക്കാലം ചില സാധാന്യ തന്ത്രങ്ങൾ നമ്മുടെ ജീവിതത്തെയും ആരോഗ്യത്തെയും ഒക്കെ ബാധിക്കുന്ന ചില വലിയ ശക്തി, 4 വശത്തു നിന്നും ഞെരുക്കുന്ന ശക്തി, പോരാടുന്ന ശക്തി, അതിനെ ഇന്ന് പകലിൽ സഭായോഗത്തിന്റെ മധ്യത്തിൽ വെച്ച് യേശുവിന്റെ നാമത്തിൽ കാഴ്ചപ്പാടുള്ളവർ, ജീസസ്, ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 സ്തോത്രം. ആ കൊമ്പ്, 4 കൊമ്പുകൾ, അവര് ആരും തലപൊക്കരുത്, ചെതറിക്കുക. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ശരിക്കും ഞാനീ പറയുന്നത്, ഞാനിത് പെട്ടെന്ന് ഇന്നല്ല ഞാൻ ഈ ഭാഗം പഠിച്ചത്, അല്ലെങ്കിൽ ഇത് ഞാൻ ധ്യാനിച്ചത്. അതെനിക്ക് 1 മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഭാഗം ഞാൻ ധ്യാനിക്കുമ്പോൾ ഇരുന്ന് എൻ്റെ വീട്ടിലൊരു ഡയറക്കുറിപ്പിനകത്ത് ഈ ചിന്ത ഈ രീതിയിൽ മനസ്സിൽ വന്നത്. ഹല്ലേലൂയ. ഞാൻ ഈ പുൾപിറ്റിൽ നിന്ന് സത്യം പറയുന്നു. വാസ്തവത്തിൽ ഇതൊരു സന്ദേശമാണ്. ഇത് ഞാൻ ഇംഗ്ലണ്ടിൽ പോയപ്പോൾ അവിടെ എവിടെയെങ്കിലും, പക്ഷെ അവിടെ ഒരിടത്തും പറഞ്ഞില്ല ഇത്. ഇന്ന് ഞാൻ വീട്ടിൽ വന്നിരിക്കുമ്പോൾ അല്പനേരം ഞങ്ങൾ യാത്ര ചെയ്ത് വന്നാലേ വിശ്രമിക്കാൻ വേണ്ടി കയറിയപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, ഒരു ദൂത് സഭയോട് പറയണം. അപ്പം ഞാനിരുന്ന് ദൈവത്തിൻ്റെ കട്ടിലെ ചാരിയിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭാഗം പൊങ്ങി വന്നു. കർത്താവ് അന്നേരം എന്നോട് പറഞ്ഞു, ഇന്ന് വരെയും സഭയെ പിശാച് ജയിക്കുന്നത് ഈ മേഖലയിലേക്ക് എത്തി നോക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ്. എത്രയോ സഭകളെ അവൻ ചതറിച്ചു, ദൈവത്തിന്റെ ജനത്തെ എത്രയോ കൂട്ടരെ പൊട്ടിച്ചു. ഹല്ലേലൂയ. അവര് ഒരിക്കലും കർത്താവിന്റെ ചോരയാൽ വീണ്ടെടുത്താലും ആത്മാവ് അകത്തുണ്ടെങ്കിലും, എന്ന് കുടുംബ പ്രാർത്ഥന ഉണ്ടെങ്കിലും, മിക്കവാറൊക്കെ ഉപവാസം ഉണ്ടെങ്കിലും, ഇവൻ ഒരിക്കലും തലപൊക്കരുത്, ഇവൻ ഉയർന്നു വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മണ്ണിലല്ല, ഈ ആത്മാമന്ദിരത്തിൽ വ്യാപരിക്കുന്ന ശക്തിക്കെതിരെ ഇവിടത്തെ കൊച്ചു സഭ ആത്മാവിൽ പോരാടുകയോ. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. പ്രിയപ്പെട്ടവരായ ഒത്തിരി കർത്താവിനെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ചിലർ ജോലി ഉള്ളവരാണ്, ചിലർ ജോലി ഇല്ലാത്തവരാണ്, നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് നിങ്ങൾ ദൈവത്തോട് ഈ ദൂത് വെച്ച് പ്രാർത്ഥിക്കണം. കർത്താവെ, ചിലത് സംഭവിച്ചിട്ട് നമ്മൾ ആരെങ്കിലും, ഞാൻ അതിനൊന്നും എതിരല്ല, പക്ഷെ നമ്മുടെ ലെവല് ദൈവം മാറ്റുന്നത് നമ്മൾ മനസ്സിലാക്കണം. എന്തെങ്കിലും പറ്റി ഞങ്ങൾ 10 പരീക്ഷ എഴുതി ജയിക്കുന്നില്ല, ഞങ്ങളുടെ കുഞ്ഞ് എവിടെ പോയാലും തിരിച്ചു വരിക, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ദൂത് വരുന്നത് അത് റൈറ്റ്, അത് ശരിയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് ആത്മലോകത്തിൽ വ്യാപരിച്ച് നിൽക്കുന്ന ശക്തിയെ അവൻ കൊമ്പുകൊണ്ട് കുത്തുന്നതിനേക്കാൾ മുമ്പ് കാണാൻ ചില സക്കറിയാവുമാര് ദൈവാത്മാവിൽ എഴുന്നേക്കണം. അതിനാണെന്നോ പെണ്ണെന്നോ ഇല്ല. ഹല്ലേലൂയ. അതിനെ ദൈവമായ കർത്താവ് ഇന്ന് അഭിഷേകം ചെയ്ത് നിയോഗിച്ച് ചിലരെ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കാനാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ വന്നത് ഈ കാര്യം നിങ്ങളോട് പറയാനാണ്. പക്ഷെ നടുവിൽ ആത്മാവ് ശരിക്കും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നു. നിങ്ങൾ ചിലരെ തൊടുന്നുണ്ട്, നിങ്ങൾ ചിലരെ ഞെട്ടിക്കുന്നുണ്ട്, നിങ്ങളുടെ അകക്കണ്ണ് തുറക്കുന്നുണ്ട്. സ്വർഗം പറയുന്നു, നിന്നെ ഈ ലെവലിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ കാലങ്ങൾക്ക് മുമ്പ് വിളിച്ചത്. അതിന്റെ നിയോഗം നിന്റെ മേലുണ്ട്. ആ ലെവലിലേക്ക് വരാതിരിക്കാൻ സഭ തലപൊക്കരുത്, ഒരു കുടുംബം തലപൊക്കരുത്, സ്തോത്രം, ഒരു ശുശ്രൂഷകൻ തലപൊക്കരുത്. ഈ ലെവലിൽ തലപൊക്കാതിരിക്കേണ്ടതിന് ചതറിച്ച് ഒതുക്കി നിർത്തുന്ന ശക്തി. ഇത് സക്കരിയാവിനെ ആരും കാണിച്ചതല്ല, സക്കരിയാവിനെ തൻ്റെ കാഴ്ചപ്പാട് കൊണ്ട് കണ്ടതാണ്. എന്നാൽ ഇനി അതിൻ്റെ മീതെ വേറെ ലെവലുണ്ട്. അപ്പൊ തന്നെ ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാവുന്നു, ഈ ഹ്രസ്വദൃഷ്ടി കൊണ്ട് ഇപ്പോഴത്തെ കാര്യത്തിന് വേണ്ടി കുരുട്ട് കണ്ണുകൊണ്ട് നടക്കുന്ന ആൾക്കാർ സഭയെ കാണും. പിന്നെ ഇപ്പൊ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ ചില കാണുന്ന ആളുകൾ സഭയ്ക്കകത്ത് കാണും.
ഇനി അതിൻ്റെ മീതെയാണ് അടുത്തത്. എത്രയാന്ന് പറയുമോ? 20-ാമത്തെ വാക്യം. യഹോവ എനിക്ക് 4 കൊല്ലന്മാരെ കാണിച്ചു തന്നു. മറ്റേത് സക്കരിയാവ് തന്നെ കണ്ടതാണ്. ചെതറിക്കുന്ന കൊമ്പുകളെ സക്കരിയാവിനെ ആരും കാണിച്ചു കൊടുത്തതല്ല, സക്കരിയാവ് തന്നെ കാണുകയാണ്. ആത്മമണ്ഡലത്തിലേക്ക് നോക്കുമ്പോൾ ചെതറിച്ച കൊമ്പുകളെ കണ്ടതാണ്. കണ്ടപ്പോ എന്താന്ന് പിടികിട്ടിയില്ല. അപ്പൊ ദൂതനോട് ചോദിച്ചു, ദൈവത്തോടല്ല ചോദിച്ചത്, എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ചോദിച്ചു. ഒരു ദൂതൻ ഒരു ഗൈഡിനെ പോലെ കൊണ്ട് നടക്കുക. ദൂതനോട് ചോദിച്ചു, യജമാനനെ ഇതെന്താ എനിക്ക് പിടികിട്ടുന്നില്ല, 4 കൊമ്പിന് കാണും. പറഞ്ഞു, ഞാൻ പറയാം, യെരൂശലേമിനെയും യഹൂദയെയും ഇസ്രായേലിനെയും അവരെ ചെതറിച്ചിട്ട് അവരൊരു കാലത്തും ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഒരു കാലത്തും തലവെക്കാതിരിക്കാൻ നമുക്ക് രാഷ്ട്രത്തെ വിടാം, സഭയെ, ദൈവമക്കളെ വീണ്ടെടുക്കപ്പെട്ടാലും ആത്മാവിൽ ജീവിച്ചാലും അവർ തലവെക്കാതിരിക്കാൻ, അവരെ ഒതുക്കാൻ വേണ്ടി അവരെ വ്യാപരിച്ചു നിൽക്കുന്ന ശക്തിയാണ് ഈ 4 കൊമ്പ്. ഇത് കണ്ട് സക്കരിയാവ് ആശ്ചര്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ദൈവം ഒരു കാര്യം സക്കരിയാവ് കാണുകയല്ല, ദൈവം കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ കാഴ്ചപ്പാടിന്റെ അടുത്ത മേഖല വന്നു, കാണിച്ചു കൊടുക്കുന്ന മേഖല. അങ്ങനെ ഒരു പരിപാടി ദൈവത്തിനുണ്ട്. അങ്ങനെ ഒരു പരിപാടി. എത്രയോ വാക്യങ്ങളാ. ഇനി നിങ്ങൾ ഹോംവർക്ക് ചെയ്താൽ മതി. ഞാൻ ചില വാക്കുകൾ നിങ്ങൾക്ക് ധാരണ തരാം. സ്തോത്രം. വേദപുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? സ്തോത്രം. എന്താ പറയുക? യഹോവ ഭക്തനായ പുരുഷനാർ അവൻ തെരഞ്ഞെടുക്കേണ്ട ദൈവം കാണിച്ചു തരും. ജീവന്റെ വഴി അവന് കാണിച്ചു കൊടുക്കും എന്നുള്ള വാക്ക് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആമോസിന്റെ പ്രവചനത്തിനകത്ത് 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നു. സ്തോത്രം. അല്ല, അവിടെ പറഞ്ഞിരിക്കുന്നത് 7-ന്റെ 1 പറഞ്ഞിരിക്കുന്നത്, യഹോവയായ ദൈവം എന്നെ കാണിച്ചു തന്നു. ഇസ്രായേലിനോട്, ദൈവജനത്തോട് വ്യവഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു തീ കയറി വരുന്നു. വിട്ടിലും പച്ച പുല്ലുകൾ വെട്ടിക്കളയുന്നത് എന്നെ കാണിച്ചു തന്നു. അങ്ങനെ ഇവിടെ ഞാൻ എഴുതി വെച്ചിരിക്കുന്നു. യോഹന്നാന്റെ വെളിപ്പാട് പുസ്തകം 4-ന്റെ 1 വായിക്കുന്നത് മേലാൽ സംഭവിപ്പാനുള്ളത്. അപ്പൊ നമുക്ക് ചിലതൊക്കെ കൃപ കൊണ്ട് കാണാം, ചിലത് ഇനി എന്താണെന്ന് കാണാൻ പറ്റിയല്ല. പക്ഷെ ദൈവത്തോട് പറ്റി നിന്നാൽ ദൈവം അത് കാണിച്ചു തരും. ഇനി ഞാൻ പറഞ്ഞു നിർത്താം, കാരണം സ്തോത്രം, ഇനി ഒരു 1 മണിക്കൂറുടെ പ്രസംഗിച്ചാലേ കാണിച്ചു തരുന്നത് തീരെയുള്ളൂ. പക്ഷേ സ്തോത്രം, ഞാൻ പോകേണ്ടത് അത്യാവശ്യമാണല്ലോ. അതിൻ്റെ പേരിൽ ഞാൻ ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമുക്ക് നിർത്താം. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം കണ്ടോ? ദൈവം കാണും. ഞാൻ പറയാം, ഈ പ്രശ്നങ്ങൾ, അതും നിങ്ങളൊന്ന്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഈ കാര്യം പഠിച്ചപ്പോൾ മനസ്സിലാക്കി തന്നതാണ്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ ആരെ വിളിച്ചാലും പ്രാർത്ഥിക്കുന്ന സമയത്തേക്ക് അവർ പ്രശ്നങ്ങൾ കാണും. അതല്ലേ മെജോറിറ്റി പറയുന്നത്? നിങ്ങൾ ഫോൺ ചെയ്ത് വിളിച്ചു, പരീക്ഷിക്കാൻ പാടില്ല, എന്നാലും വിളിച്ച് ചോദിക്കാണ്ട് പാസ്റ്റർ എങ്ങനെ. അപ്പോൾ അവർ പറയും, ഇങ്ങോട്ട് പറയുന്ന എല്ലാം പ്രശ്നമാണ്. ഇപ്പോൾ ഈ സക്കരിയാവിനെ വിളിക്കുക, നിങ്ങൾ സക്കരിയാവ് പറയും, സിസ്റ്ററെ ഞാൻ 4 കൊമ്പ് കാണുന്നു, അത് നിങ്ങളുടെ കുടുംബത്തെ ചതറിക്കാനാണ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പനി പിടിക്കും, പിന്നെ പ്രശ്നമാവും, പിന്നെ ടെൻഷനാവും. അവിടം വരെയേ പലരും കാണുള്ളൂ. പക്ഷെ നിങ്ങളോട് സഭയോട് ഇന്ന് പരിശുദ്ധാത്മ പ്രത്യേകം പറയാൻ പറഞ്ഞ എന്താണെന്നറിയാം? ചതറിക്കുന്ന കൊമ്പുണ്ടെന്നല്ല ശ്രമിച്ച, പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്നല്ല. അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിനപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റാത്തടത്ത് ദൈവം ചെറിയ നിർത്തിയിട്ടുണ്ട്. സക്കരിയാവ് തന്നെ കണ്ടു, പ്രാർത്ഥിച്ചപ്പോൾ കണ്ടു പ്രശ്നം ഉണ്ടാക്കുന്ന 4 കൊമ്പുകൾ. അങ്ങനെ പറയാം. ടെൻഷനായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ച് ദൈവത്തിന് സ്വന്തം ആൾക്കാരാന്ന് പറഞ്ഞിട്ട് അവൻ നമ്മളെ ചെതറിക്കാനും തലവെക്കാതിരിക്കാനും ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ നമ്മൾ പിന്നെ ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്ന ഓർത്ത് നിൽക്കുമ്പോൾ ദൈവം കാണിച്ചു കൊടുക്കുകയാണ് 4 കൊല്ലന്മാരെ. ആത്മീക ഭാഷ, ഇതിനകത്ത് എല്ലാം ആത്മീക ഭാഷ പഠിക്കണം കേട്ടോ. കൊല്ലന്മാരുടെ പണി എന്താ? കൊല്ലന്മാരുടെ പണി എന്ന് പറയുന്നത് ഉള്ളത് കുത്തിയൊടിച്ച് കളയുവാണോ? അല്ല. നിങ്ങൾ മൂർച്ചയില്ലാത്ത സ്ഥലം നാട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ വെല്ലിപ്പച്ചൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു പഴയ കത്തിയാണ്, അത് നിങ്ങൾക്ക് കിട്ടി. അതിപ്പോൾ ഒന്നിനും കൂടെ. പക്ഷെ നിങ്ങൾ കൊല്ലനെ കൊണ്ട് കൊടുത്താൽ കൊല്ലൻ എന്ത് ചെയ്യും? നിങ്ങളെ ചീത്ത വിളിച്ചിട്ട് ഇതും കൊണ്ട് ഇവിടെ വരാൻ നാണല്ലോ എന്ന് ചോദിച്ചിട്ട് ഇറക്കി വിടുവോ? ഇല്ല. അയാൾ പറയും നാളെ വരാൻ പറയും. നാളെ വരുമ്പോൾ നിങ്ങളുടെ വെല്ലുമ്മച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ അടുക്കളയിലെ കത്തി ഒരു പുതിയ മോഡലിൽ ഇനി ഒരു 25 കൊല്ലം കൂടി ഉപയോഗിക്കത്തക്ക രീതിയിൽ
നിങ്ങളുടെ കൈകാര്യം ചെയ്ത് കൈ തരിക. അയാൾ നശിപ്പിക്കുന്നവനല്ല. ഒരു കാര്യം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മളെ ഇന്റർപ്രറ്റ് ചെയ്യണം. കൊല്ലന്റെ പരിപാടി ഉള്ളത് കുത്തിയൊടിച്ച് കളയല്ല. സ്തോത്രം. അദ്ദേഹത്തിന്റെ പരിപാടി തുരുമ്പിച്ചതാണെങ്കിലും മൊനയൊടിഞ്ഞതാണെങ്കിലും വായ്ത്തല പോയതാണെങ്കിലും അതിനെ പണിത് ശരിക്കും മൂർച്ചയുള്ളതാക്കി, പ്രയോജനമുള്ളതാക്കി, മൊനയുള്ളതാക്കി, ജനത്തിന് ഉപയോഗമുള്ള ഉപകരണങ്ങളാക്കി പുറത്തു കൊണ്ടിരുന്നവരാണ് കൊല്ലന്മാര്, ബ്ലാക്ക് സ്മിത്ത്. ദൈവം പറഞ്ഞു എന്ത് പറഞ്ഞു? സക്കറിയാവ് കണ്ടു നശിപ്പിക്കുന്ന, ചതറിക്കുന്ന ചിലരെ. ഞാൻ നമ്മളിലേക്ക് വെച്ച് പറയാം, രോഗം ഉണ്ടാക്കുന്ന, ആയുസ് ഉറയ്ക്കുന്ന, നമ്മുടെ പണം ചെലവാക്കി കളയുന്ന, നമ്മുടെ പിള്ളേർ അനുഭവിക്കേണ്ടത് വഴിയിൽ മടിയഴിഞ്ഞു പോകുന്ന പോലെ അങ്ങനെ ചില പോരാട്ടം ഉണ്ടാക്കുന്നവനെ പ്രാർത്ഥനാ മുറിയിൽ സക്കറിയാവ് കണ്ടു. ഹല്ലേലൂയ. ഞാനിത് വായിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് ഏറ്റവും നന്ദി പറഞ്ഞ എന്താണെന്നറിയാമോ? ഇവിടെ വരെയാണ് ആത്മീകത്തിൽ കാഴ്ചപ്പാടുള്ളായിരുന്നെങ്കിൽ, ഇവിടെ വരെ കാണാനുള്ള സാധ്യതയെ നമുക്കുണ്ടായിരുന്നുള്ളെങ്കിൽ നമുക്ക് BP കയറി ടെൻഷൻ അടിച്ച് ചത്തേനെ. പക്ഷെ ഇതിനപ്പുറത്തൊരു മേഖലയാണ്. പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്ന പരിഹാരകനെ ദൈവം നിർത്തിയിട്ടുണ്ട്. കൊല്ലന്മാരൊരു പരിഹാരകരാണ്. 4 കൊമ്പുകളുണ്ടെങ്കിൽ 4 കൊല്ലനുണ്ട്. അവരെന്താ ചെയ്യുന്നതെന്ന് കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. യഹോവ എനിക്ക് 4 കൊല്ലന്മാരെ കാണിച്ചു തന്നു. ഇവരെന്ത് ചെയ്യാൻ വന്നിരിക്കുന്നു എന്ന് ചോദിച്ചതിന് നീ പറയുന്ന വാക്ക് മുകളിൽ വരേണ്ടതാ. ഞാൻ പറഞ്ഞല്ലോ, ആരും തല ഉയർത്താതെ അവിടെ യഹൂദയെ ചേർത്ത് കളഞ്ഞ കൊമ്പുകൾ, അത് കൊമ്പുകളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇടയ്ക്ക് എഴുതിപ്പോയി ഇച്ചിരി ഓവർലാപ്പായിപ്പോയി. ഈ വാക്ക് മുകളിൽ വരേണ്ടതാണ്. കൊമ്പുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ആർക്കറിയാം ദൈവമേ, മനസ്സിലായോ? ആ കൊമ്പുകളെ കുറിച്ചാണ് മുകളിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് എഴുതിയപ്പോൾ ഇങ്ങനെ ട്രാൻസ്ലേഷന് വന്നു പോയ സംഭവമാണ്. ആരും തലയുയർത്താണ് യഹൂദയെ ചേർത്തിൻ്റെ കൊമ്പുകളാണത്. ഇവരോ എന്നുദ്ദേശിച്ച ആരാ? ഈ കൊല്ലന്മാര്. ഇവരോ എന്നുദ്ദേശിച്ച ആരാ? കൊല്ലന്മാരെയല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അവരെന്തിനാ വന്നേ? യഹൂദാദേശത്തെ ചിതറിച്ചുകളുടെ കൊമ്പ് ഉയർത്തിയ ജാതികളുടെ കൊമ്പുകളെ തള്ളിയിട്ട് അവരെ പേടിപ്പിക്കാൻ വന്നിരിക്കുക. ഈ കൊല്ലന്മാരെന്തിനാ വന്നത്? എടാ, നിന്നെ ചെതറിക്കാനും നിന്നെ ഒതുക്കാനും നിന്റെ തല ഉയർത്താനും വേണ്ടി നിൽക്കുന്നവനെ അവനെ തള്ളിയിട്ടിട്ട് അവനെ പേടിപ്പിക്കാൻ ഇവിടെ ആളുകളെ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിർത്തട്ടെ. പൈശാചിക ശക്തികൾ എത്രയുണ്ടെങ്കിലും അവര് മനുഷ്യനെ എത്ര പേടിപ്പിക്കുമെങ്കിലും അവരെ പേടിപ്പിക്കുന്നൊരു കൂട്ടരുണ്ടെങ്കിൽ അതാരാന്ന് പറയാം? ചെതറിക്കാൻ, തള്ളിയിടാൻ, തല ഉയർത്താതിരിക്കാൻ 4 കൊമ്പുകളായി വരുന്ന പൈശാചിക ശക്തികളുണ്ടെങ്കിൽ അവരെ തള്ളിയിട്ട് പേടിപ്പിക്കുന്നൊരു കൂട്ടം. അവർക്ക് പേടിയുണ്ടെങ്കിൽ അഭിഷേകമുള്ളവരെയാണ്, ശുശ്രൂഷയുള്ളവരെയാണ്, ഈ കൊല്ലന്മാരെയാണ്. അവരെ പേടിപ്പിക്കാൻ ഇന്ന് ഞാൻ റിജോയ്സ് മിനിസ്ട്രി ചർച്ചിനെ അനുഗ്രഹിച്ചിട്ട് പോവുകയാണ്. ഇത്രയും നാളും ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലിട്ട് അവൻ പേടിപ്പിച്ചോണ്ടിരുന്നെങ്കിൽ ഇന്ന് മുതൽ സഭ അവനെ പേടിപ്പിക്കണം. നിന്റെ പ്രാർത്ഥന, നീ മുട്ടുകുത്തുമ്പോൾ, നീ ആത്മാവിലാകുമ്പോൾ, നീ അഭിഷേകത്തിലാകുമ്പോൾ, നീ നിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ, നീ കാഴ്ചപ്പാട് പ്രാപിക്കുമ്പോൾ, നിനക്കെതിരെ കഴിഞ്ഞ 5 കൊല്ലമായി, കഴിഞ്ഞ 4 കൊല്ലമായി വ്യാപരിച്ചു നിൽക്കുന്ന ആ ദുഷ്ടാത്മ വ്യാപാരം അവനെ തള്ളിയിടണം. അവനിനി നേരെ നിൽക്കരുത്. അവനെ തള്ളിയിടണം. സ്തോത്രം, ഹല്ലേലൂയ. അവനെ പേടിപ്പിക്കണം. അതിന് ദൈവം കാണിച്ചു തന്നു. നീ പേടിക്കേണ്ട സക്കറിയാവേ. ഇവിടെ എതിർക്കാനും മുടിക്കാനും ഒക്കെ, നിന്നെ തള്ളിയിടാനൊക്കെ ചിലരെ ദുഷ്ടൻ 4 കൊമ്പുകൾ പോലെ പൊക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്ക്. നിനക്ക് ഞാൻ കാണിച്ചു തരാം. ചിലരെ ഞാൻ നിർത്തിയിട്ടുണ്ട്. അവനെ തള്ളിയിടും, അവനെ പേടിപ്പിക്കും. അതിന് കൃപ ലഭിച്ചവരായി മാറാൻ ദൈവം നമ്മുടെ സഭയെ അനുഗ്രഹിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, ഞാനിത് ആവർത്തിച്ച് പറയുന്നത് ഒരു പ്രസംഗിയൻ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് ഞാനിത് കൂടെ പറയേണ്ട കാര്യമില്ല.
ദൂത് കേട്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നത് ചുമ്മാ 4 വാക്യം കൂട്ടി വെച്ച് പറഞ്ഞതല്ല. പക്ഷെ ഇത് ദൈവമായ കർത്താവ് എനിക്കൊരു സമ്മർദ്ദം തന്ന് ഞാൻ പ്രസംഗിച്ചതാണ് ഇവിടെ. വേറെ കൊണ്ടുപോയെങ്കിൽ ഈ ദൂത് ഞാൻ എൻ്റെ മനസ്സിൽ കരുതി കൊണ്ടുപോയെങ്കിലും അവിടെ ഒന്നും പറയാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. അതിവിടെ പറയാൻ പ്രേരണ തന്നു. അത് റിജോയ്സിനുള്ള ദൂതാണ്. ഇതിനകത്ത് കാഴ്ചപ്പാടുള്ള ചിലർ എഴുന്നേക്കണം. ആ ലെവലിലേക്ക് ദൈവം കൊണ്ടുവരും. പാടുന്നവര്, പ്രാർത്ഥിക്കുന്നവര്, ലീഡ് ചെയ്യുന്നവര് ഒക്കെ കാണും. പക്ഷെ ഇതിനകത്ത് ചിലരെ കർത്താവ് പൊക്കിക്കൊണ്ടുവരും. ദൈവം ചിലത് കാണിച്ചു തരും. നീ പേടിക്കുന്നത് എന്താണോ അതിന്മേൽ ദൈവം പ്രവർത്തിക്കും. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം. പൗരുഷൻ്റെ സ്തോത്രം ശുശ്രൂഷ വൈകുന്നേരം നിങ്ങളെല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും സ്തോത്രം. കർത്താവിൻ്റെ കൃപയാൽ ഞാൻ എന്നോട് അവിടെ വെച്ച് ചോദിച്ചപ്പോൾ, ഖത്തറിൽ നടക്കുന്ന കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ ഏറ്റവും അധികം പറഞ്ഞത് റിജോയ്സ് മിനിസ്ട്രിയെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ആരുടെയൊക്കെ നമ്പർ കൊടുത്തിരുന്നത്. എനിക്ക് ഈ യാത്രകളുണ്ട്, വരാൻ പറ്റും. ഞാനവിടെ വരേണ്ടതായിരുന്നു പ്രൊമോഷണൽ മീറ്റിങ്ങിനെല്ലാം, പക്ഷെ വരാൻ പറ്റിയില്ല. പക്ഷേ സഭ ഒത്തിരി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞവർ, ഇവിടുത്തെ സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഈ കാര്യത്തിന് വേണ്ടി ചെയ്തു എന്ന് സ്തോത്രം. കർത്താവ് വീണ്ടും അനുഗ്രഹിക്കട്ടെ. പൗരുഷം നിലനിൽക്കേണ്ടത് ഒരു വലിയ ആവശ്യമാണ്. കാരണം നമ്മളറിയാത്ത ഒരുപാട് പേര് രക്ഷിക്കപ്പെടുന്നുണ്ട്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് പലപ്പോഴും പറയാറുണ്ട്, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പൗർവിഷം മുഖാന്തരം സ്വർഗത്തിലെത്തിയ ഒത്തിരി പേര് കാണും. ഞാനതിൻ്റെ ഒരു പാർട്ടായതുകൊണ്ട് നിശ്ചയമായിട്ടും പറയാം, അതിന് എന്ത് നമ്മൾ കൈത്താങ്ങൽ കൊടുത്താലും അതൊരു സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്ന പോലെയാണ്. അതുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിൽ എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വലിയൊരു ഇന്നിപ്പോൾ പറഞ്ഞതുപോലെ കർത്താവ് ഈ ദൂതൊക്കെ അതിനുള്ളൊരു മുഖാന്തരമാകട്ടെ. ഇന്നിവിടെ വന്ന് അവിടെ അറ്റൻഡ് ചെയ്യുന്നവരുടെ ഏത് സമുദായക്കാർ കാണും, ചിലപ്പോൾ എല്ലാവരും കാണും. അവരുടെ കാഴ്ചപ്പാട് മാറിപ്പോണം. അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വരണം. ഞാനിപ്പോൾ ചർച്ചിനെ ഒരു വാക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് പോവുകയാണ്. ഇനി സ്തോത്രം അവിടെ തിരക്കായിരിക്കും. രാവിലെ ഞങ്ങൾ തിരിച്ചു പോകും. എങ്കിലും കർത്താവ് അനുഗ്രഹിക്കേണ്ടത് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കണ്ണടച്ചാട്ടെ, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രപ്പ. സത്യം ഈ പുസ്തകത്തിന് മുമ്പിൽ നിന്നാണല്ലോ ഞാൻ പറഞ്ഞത്. ഞാനിത് കർത്താവ് എന്നെ പഠിപ്പിച്ചപ്പോൾ യാത്രയിൽ എവിടെയെങ്കിലും ഈ വചനം ശുശ്രൂഷിക്കേണ്ടി വരുമെന്ന് എനിക്ക് ഹൃദയത്തിലുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ 2-3 ആഴ്ചകൾ പല രാജ്യങ്ങളിൽ പോയെങ്കിൽ അവിടെ ഒന്നും ഇത് തൊടാൻ ദൈവം അനുവദിച്ചില്ല. ഇന്നിവിടെ ഇത് പറഞ്ഞത്, ഇവിടെ ചിലരെ അടുത്ത തലത്തിലേക്ക് ദൈവം ഉയർത്തും. കർത്താവ് ആത്മക്കണ്ണുകൾ തുറക്കും. ഇന്ന് ലാസ്റ്റ് പറഞ്ഞ വാക്കുകൊണ്ട് ഞാൻ സഭയെ അനുഗ്രഹിക്കുന്നു. ആ ദൈവമേ, കൊമ്പുകളെ പേടിപ്പിച്ച കൊല്ലന്മാർ, അതൊരു പഴയ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും ഞങ്ങൾക്ക് മനസ്സിലായി ആ കൊല്ലന്മാർ ആത്മീക ശുശ്രൂഷകരാണ്. ഈ സഭയ്ക്കകത്തേക്ക് കൈ നീട്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പിശാചിനെ പേടിപ്പിക്കുന്ന, സാത്താനെ പേടിയുള്ളതല്ല, ദുഷ്ടൻ പേടിക്കുന്ന ഈ അഭിഷിക്തന്മാർ ഈ സഭയിൽ എഴുന്നേക്കട്ടെ. ഹല്ലേലൂയ. ഇംഗ്ലണ്ടിലെ രാജ്ഞി ഒരിക്കൽ പറഞ്ഞു, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ജോൺ ഹസ്സിനെ എനിക്ക് പേടിയാണെന്ന്. അതുപോലെ പ്രാർത്ഥിക്കുന്ന, ശുശ്രൂഷിക്കുന്ന, അഭിഷേകമുള്ള, കാഴ്ചപ്പാടുള്ള ചില സക്കറിയാവുമാരെ യേശു എഴുന്നേൽപ്പിക്കട്ടെ. ഖത്തറിൽ അടിയങ്ങൾ ഇവിടെ വന്നത് അതിനായിരിക്കട്ടെ. അതിൻ്റെ തുടക്കം ഈ സഭയിൽ നിന്നായിരിക്കട്ടെ. എൻ്റെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ മാനവരാശിയെ പേടിപ്പിക്കുന്ന പിശാചിനെ പേടിപ്പിക്കാൻ ദൈവം ചിലരെ ഇതിനകത്ത് അഭിഷേകം ചെയ്യണം. മനുഷ്യനെ തള്ളിയിടുന്ന പിശാചിനെ തള്ളിയിടാൻ ശുശ്രൂഷയുള്ള ചിലരെ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കണം. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ സണ്ണിച്ചായനെ ഞാൻ പ്രത്യേകം ഓർക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഇന്നത്തെ വചനപ്രകാരം നിൻ്റെ ദാസൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രത്യേക അഭിഷേകം വീഴട്ടെ. ആരോഗ്യം വരട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ നിൻ്റെ ദാസനെ ഇപ്പം കേട്ടതുപോലെ ദുഷ്ടശക്തികൾ, കുടുംബങ്ങൾക്കെതിരെ നിൽക്കുന്ന പോരുകൾക്കെതിരെ നിൽക്കാൻ നിൻ്റെ ദാസനെ മൂർച്ച പിടിപ്പിക്കുന്ന ഒരരം പോലെ ദൈവം ഉപയോഗിക്കണം. ചാൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും നന്മ വരണം. അവരുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹം വരണം. ദൈവം അത് ചെയ്യും. ഈ സഭയെ അനുഗ്രഹിച്ചിട്ട് പോകുന്ന അടിയൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം